കണ്ണൂർ വിഷൻ നേർരേഖയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. നേർരേഖ ഈ എപ്പിസോഡിൽ ചർച്ച ചെയ്യുന്നത് നമ്മുടെ മലയാളിക്ക് അല്ലെങ്കിൽ മനുഷ്യർക്ക് ഇതെന്തു പറ്റി എന്ന കാര്യമാണ് ചോദിക്കുന്നത്. കുട്ടികൾക്ക്, യുവാക്കൾക്ക്, മുതിർന്നവർക്ക്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളൊന്നും അത്ര സുഖമുള്ളതല്ല. ഒരു മകൻ സ്വന്തം അമ്മയെ കൊല്ലുക, എന്നിട്ട് അവൻ പറയുകയാണ്, എനിക്ക് ജന്മം നൽകിയതിനുള്ള സമ്മാനമാണ് ഞാൻ അമ്മയ്ക്ക് കൊടുത്തതെന്ന്, അമ്മയെ കൊന്നത്. വേറൊരു വിദ്യാർത്ഥി അധ്യാപകനോട് മുഖത്ത് നോക്കി പറയുകയാണ്, എനിക്ക് അങ്ങനൊരു ശീലമുണ്ട്, എൻ്റെ മൊബൈൽ തിരിച്ചു തന്നില്ലെങ്കിൽ തീർത്ത് കളയും എന്നാണ്. വേറൊരു ചെറുപ്പക്കാരൻ ഒരു പെൺകുട്ടിയെ ശല്യം ചെയ്യുക, അവസാനം ആ വീട്ടിൽ കയറി ആ വീട്ടിലുള്ളവരെ മുഴുവൻ കൊല്ലുക. വേറൊരാൾ ഒരു വീട്ടമ്മയെ കൊല്ലുക, അവരുടെ ഭർത്താവിനെ കൊല്ലുക, ഭർത്താവിൻ്റെ അമ്മയെ കൊല്ലുക. അങ്ങനെ ദിവസവും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ അത്ര ശുഭകരമല്ല. പണ്ടൊക്കെ വല്ലപ്പോഴുമാണ് ഇത്തരം വാർത്തകൾ കേട്ടിരുന്നത്. ഇപ്പോൾ ഡെയിലി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഇത്തരം വാർത്തകളാണ്. നമ്മുടെ മലയാളികളുടെ, നമ്മുടെ മനുഷ്യരുടെ മനോനില എങ്ങോട്ടാണ്? വിദ്യാർത്ഥികൾക്ക് എന്ത് സംഭവിക്കുന്നു? യുവാക്കൾക്ക് എന്ത് സംഭവിക്കുന്നു? മുതിർന്നവർ പോലും ഇത്തരമൊരു മാനസികാവസ്ഥയിൽ കടന്നു പോവുകയാണ്. എവിടെയാണ് നമ്മളുടെ ട്രാക്ക് തെറ്റുന്നത്? നമുക്കൊന്ന് ചർച്ച ചെയ്തു നോക്കാം. വ്യത്യസ്ത മേഖലകളിൽ നിന്നും 3 പേർ ഈ ചർച്ചയിൽ പങ്കെടുക്കാനെത്തുകയാണ്. ഒന്ന്, നമ്മുടെ കിംസ് ഹോസ്പിറ്റലിലെ പ്രമുഖ സൈക്യാട്രിസ്റ്റ് ഡോക്ടർ ടി രാഹുൽ, അതുപോലെ തന്നെ ഒരു രക്ഷിതാവ് അഫീദ അഹമ്മദ്, അതുപോലെ തന്നെ സിനിമാ സംവിധായകനും അധ്യാപകനുമായ ടി ദീപേഷ്. ദീപേഷിനൊരു പ്രത്യേകതയുണ്ട്. തൻ്റെ 14 വയസ്സിൽ ഒരു വിദ്യാർത്ഥി നേതാവിനെ തൻ്റെ കൺമുന്നിലിട്ട് അക്രമികൾ വെട്ടിനുറുക്കുന്നതിന് സാക്ഷിയായ ഒരു ബാല്യമാണ് അദ്ദേഹത്തിനുള്ളത്. ഇത്തരത്തിൽ 3 പേർ ഈ ചർച്ചയിൽ പങ്കെടുക്കുകയാണ്. നമുക്കൊന്ന് നോക്കാം എന്താണ് നമുക്ക് സംഭവിക്കുന്നത് എന്ന്. പ്രേക്ഷകർക്കും ഒപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കാനെത്തിയ 3 പേർക്കും നേർരേഖയിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടറിൽ നിന്ന് തുടങ്ങാം. ഡോക്ടറെ, ഞാനിപ്പോൾ ഈ ആമുഖമായി പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരു ശരാശരി മലയാളിക്ക് ഇപ്പം എല്ലാവരുടെയും ധാരണ ഇത് ഏതെല്ലോ വീടുകളിൽ സംഭവിക്കുന്നു, ഏതെങ്കിലും നാട്ടിൽ സംഭവിക്കുന്നു എന്നുള്ള നിലക്കാണ്. നമ്മുടെ വീട്ടിലേക്ക്, നമ്മുടെ അകത്തളങ്ങളിലേക്ക് സാധനം എത്തുകയാണ്. ഒരു സ്ഥലത്ത് മകൻ തന്നെയാണ് അമ്മയെ കൊല്ലുന്നത്, വേറെ സ്ഥലത്ത് അയൽവാസി ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. എല്ലാ ദിവസവും വീടിൻ്റെ മുറ്റത്തിരുന്ന് ഇങ്ങനെ നോക്കുകയാണ്. നോക്കിയിട്ട് ഒരു ദിവസം അവർ കൊല്ലാൻ തീരുമാനിക്കുന്നു. അത് ഏതോ ജ്യോത്സ്യം പറഞ്ഞു കൊടുക്കുകയാണ്, മുടിയുള്ള ഒരു പെണ്ണാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് കാരണം, അവരെ കൊല്ലുന്നു ആദ്യം, അത് കഴിഞ്ഞ് അവരെ ഭർത്താവിനെ കൊല്ലുന്നു. ചെറിയ പയ്യൻ പറയുന്ന ഒരു സ്കൂൾ വിദ്യാർത്ഥിയൊക്കെ, എനിക്കങ്ങനെ ഒരു ശീലമുണ്ട്, ഞാനങ്ങ് തീർത്ത് കളയുമെന്നൊക്കെ പറയുന്നൊരു ആ ഒരു മനോനിലയിലേക്ക് മനുഷ്യനിങ്ങനെ മാറുകയാണ്. എവിടെയാണ് ഡോക്ടറെ നമുക്ക് ഇങ്ങനൊരു മാനസികാവസ്ഥയ്ക്ക് മലയാളികൾ മാറുന്നതിന് പിന്നിൽ താങ്കളുടെ ഒരു നിരീക്ഷണം എങ്ങനെയാണ്? നമുക്ക് ഈ വിഷയത്തിനെ ആക്ച്വലി അപ്രോച്ച് ചെയ്യുമ്പോൾ 2 രീതിയിൽ അപ്രോച്ച് ചെയ്യേണ്ടി വരും. ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു കേസ് എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ ഇതിൽ ഓരോ കേസിനും അതിൻ്റെ ഒരു ഇതായ ബാക്ക്ഗ്രൗണ്ടുകൾ കാണാൻ സാധ്യതയുണ്ട്. പക്ഷേ ഒരു സമൂഹം എന്നുള്ള രീതിയിൽ ഇതുപോലത്തെ കാര്യങ്ങൾ നടക്കുമ്പോൾ അതെങ്ങനെ അതിനെ ഇമ്പാക്റ്റ് ചെയ്യുന്നു, അതിൻ്റെ ആക്ച്വലി അതിൻ്റെ റിപ്പോർട്ടിങ്ങും ആ റിപ്പോർട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന ആ സാധനങ്ങളും എങ്ങനെ ഇത് വരുന്നു, ആൾക്കാരിൽ എങ്ങനെ സ്വാധീനം ചെലുത്തുന്നു, അങ്ങനെ കുറേ കാര്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. പക്ഷേ ഇതിൽ ചില കേസുകളെങ്കിലും എനിക്ക് തോന്നുന്നു ഐഡൻറ്റിഫൈഡോ അല്ല അൺഐഡൻറ്റിഫൈഡോ ആയിട്ടുള്ള മാനസിക പ്രശ്നങ്ങളുടെ ഭാഗമായിട്ടുള്ളതും കൂടെ ആകാനുള്ള സാധ്യതകൾ ഇതിനകത്തുണ്ട്. അൺഐഡൻറ്റിഫൈഡ് എന്ന് പറയുമ്പോൾ അത് ഏത് ഗണത്തിൽ നമുക്ക് കാണാൻ പറ്റും? അപ്പം നമുക്ക് ഇപ്പോഴത്തെ നമ്മുടെ ഒരു ചുറ്റുപാടിൽ ബേസിക്കലി ഒരു മാനസികമായിട്ടുള്ള ഒരു പ്രശ്നം, അൺലെസ് അത് എപ്പോഴും പുറത്തേക്ക് കാണുന്ന രീതിയിലേക്ക് അതൊരു ബുദ്ധിമുട്ടാകാത്തിടത്തോളം കാലം ആൾക്കാർ അതിനൊരു ട്രീറ്റ്മെൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ അതിനൊരു കെയർ എടുക്കാനോ ഒരിക്കലും ശ്രദ്ധിക്കില്ല. ലൈക്ക് ഒരു എപ്പോഴും വീട്ടിലൊരു ബഹളം ഉണ്ടാക്കുന്ന ഒരാൾ, അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ലാത്ത മാനസിക പ്രശ്നങ്ങളും മാനസിക വൈകല്യങ്ങളും ആൾക്കാരിൽ ഉണ്ട്. അപ്പോൾ അത് പൊതുവിൽ ഇപ്പോഴത്തെ നമ്മുടെ ഒരു സാമൂഹ്യ ചുറ്റുപാടിൽ അതിനെ അഡ്രസ്സ് ചെയ്യുക എന്ന് പറയുന്നത് അതിൻ്റെ സ്റ്റിഗ്മ അറ്റാച്ച്ഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ, അല്ലെങ്കിൽ കുറേ പേർക്കെങ്കിലും ഇത് എവിടെ എങ്ങനെ ചികിത്സ എടുക്കണമെന്ന് അറിയാത്ത കാര്യങ്ങൾ. ഇപ്പോൾ ഇതിലെ ഒരു വ്യക്തി എനിക്ക് തോന്നുന്നു ജയിലിൽ കുറച്ചു കാലം കിടന്നിട്ടുള്ളതാണ്. പക്ഷേ എന്നിട്ടും അവിടെ വെച്ചിട്ടും മനസ്സിലായിട്ടാണോ അല്ലെങ്കിൽ അതിനൊരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടാണോ അല്ലെങ്കിൽ മേ ബി അയാൾക്ക് മാനസികമായിട്ടുള്ള അസുഖമൊന്നും ഇല്ലാത്തത് കൊണ്ടും ആവാം, അത് എന്തായാലും അതിനു വേണ്ടിയുള്ള ഒന്നും ചെയ്യാൻ മനസ്സിലൊരു അയാൾക്കൊരു മാനസിക പ്രശ്നമുണ്ട് എന്നതിന് തെളിവാണല്ലോ പുറത്തിറങ്ങിയിട്ട് മുഴുവൻ. അതെ അതെ
അപ്പോൾ അവിടുത്തെ നമ്മുടെ ഒരു ലോ സിസ്റ്റത്തിൻ്റെ ഒരു കുഴപ്പം അവിടെയുണ്ട്. അതിനെ അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന ഇൻക്ലൂസീവ് ആയിട്ടുള്ളൊരു സിസ്റ്റം അല്ല നമ്മുടെ ഇപ്പോഴത്തെ ലോ എന്നുള്ളത് നമുക്ക് എവിഡൻ്റ് ആയിട്ട് ഇതുപോലത്തെ എക്സാമ്പിളുകളിലൂടെ മനസ്സിലാവുന്നുണ്ട്. പിന്നെ ഒരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു ചേഞ്ച് നമ്മുടെ എല്ലാ ഇൻഡിവിജ്വലായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു വീട്ടിൽ തന്നെ തുടങ്ങുവാണെങ്കിൽ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ലാസ്റ്റ് കുറേ കാലമായിട്ട്. എനിക്ക് തോന്നുന്നു ആ മാറ്റത്തിനൊരു സ്പീഡ് കൂടിയിട്ടുണ്ടായിരുന്നു ഈ കോവിഡ് കഴിഞ്ഞുള്ള ഒരു സമയത്ത്. അതായത് ഒരു ചേഞ്ച് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമായിരുന്നു. അത് മേ ബി ലൈക്ക് ഗാഡ്ജറ്റ്സ് ഉപയോഗിക്കുന്നതിലാണെങ്കിലും സോഷ്യൽ മീഡിയ യൂസ് ആണെങ്കിലും അല്ലെങ്കിൽ അത് ഉപയോഗിക്കാനുള്ള ഒരു മുന്നേ ഉണ്ടായിരുന്നതിനേക്കാളും കൂടുതൽ കുട്ടികൾക്ക് അതിനുള്ള പ്രൊവിഷൻസ് അതെങ്ങനെ യൂസ് ചെയ്യണമെന്ന് അറിയാതെ ആളുടെ കയ്യിൽ ഇതെത്തുമ്പോഴുള്ള പ്രശ്നങ്ങൾ അതൊക്കെ പെട്ടെന്ന്, അതായത് ഒരു ടൈമിൽ വരേണ്ടിയിരുന്ന ചേഞ്ച് എനിക്ക് തോന്നുന്നു വളരെ പെട്ടെന്ന് വന്ന ആ ഒരു ഫാസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. സമയമെടുത്ത് വരേണ്ട ഈ മാറ്റങ്ങൾ ഒറ്റയടിക്ക് വന്നിട്ടുണ്ട്. ഒരു റീസൺ അതാണ്. പിന്നെ ആക്ച്വലി നമ്മുടെ ലോകം എന്തായാലും ഒരു മാറ്റം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ലാസ്റ്റ് ഒരു 2 ഡീക്കേഡിലെടുത്ത് നോക്കി 20 വർഷത്തിൽ വന്ന മാറ്റങ്ങൾ സാധാരണ വരുന്ന മാറ്റത്തിനേക്കാളും വളരെ സ്പീഡിലാണ്. അപ്പോൾ അത് കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടികളും അതിൻ്റെ കൂടെ അതിനനുസരിച്ചുള്ള പാരൻസ്, അപ്പം അതിനനുസരിച്ചുള്ള ആ മാറ്റം അവർക്കത് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ ശരിക്കും പറയാം ലോകം ഇപ്പോൾ സ്പീഡായി തുടങ്ങി, സ്പീഡാണ്. അപ്പോൾ ആ സ്പീഡിനനുസരിച്ച് ആൾക്കാർക്ക് പോകാൻ പറ്റാത്തതിൻ്റെ, അപ്പോൾ കുട്ടികൾ ഹൈ സ്പീഡിൽ പോകുന്നു, രക്ഷിതാക്കൾ വേറൊരു അവരുടെ ലോകത്ത് പോകുന്നു. അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുട്ടികളെ കാണുമ്പോൾ നമ്മൾ നമ്മുടെ ലോകം എന്ന് പറയുന്ന സാധനത്തിൽ കുട്ടികളെ ക്രിയേറ്റ് ചെയ്യാനാണ് നോക്കുന്നത്. കുട്ടികളുടെ ലോകം കാണാൻ പഠിക്കുന്നില്ല, കുട്ടികൾ ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കുന്നില്ല, നമ്മുടെ ചിന്തകൾ അവരിലേക്ക് അടിച്ചേൽപ്പിക്കാനാണ് നോക്കുന്നത്. ഇന്നലകളിലേക്ക് തിരിച്ചു നടത്താനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അവർ ഫാസ്റ്റായി കടന്നു പോകുന്നു. യെസ്, തിരിച്ചു വരാം. അഫീദ, കുട്ടികൾ എത്ര പേരുണ്ട് താങ്കൾക്ക്? 3 മക്കളുണ്ട്. ഈ ഒരമ്മയെ ആ ചെറുപ്പക്കാരൻ കൊലപ്പെടുത്തിയിട്ട് ചെറുപ്പക്കാരൻ പറയുകയാണ്, അതും ഒരു ക്യാൻസർ പേഷ്യൻ്റായ അമ്മയാണ് കൊലപ്പെടുത്തുന്നത്, എനിക്ക് ജന്മം നൽകിയതിനുള്ള സമ്മാനമാണ് ഞാൻ കൊടുത്തത്. ഇത് വളരെ കൂളായിട്ടാണ് കൈവീശി ആണ് പോലീസ് ചീഫ്. ഇത് കണ്ടപ്പോൾ ഒരു മാതാവ് എന്ന നിലക്ക്, ഒരു രക്ഷിതാവ് എന്ന നിലക്ക് താങ്കളുടെ മനസ്സിലുണ്ടായ ഒരു ചിന്ത എന്താണ്? എങ്ങനെയാണ് അതിനെ നോക്കിക്കണ്ടത്? ആ ഒരു വാർത്ത വളരെ പ്രയാസപ്പെടുത്തുന്ന ഒരു വാർത്ത തന്നെയാണ്. പ്രത്യേകിച്ച് മാതൃത്വം എന്ന് പറയുന്നത് വലിയൊരു സംഗതിയാണ്. നമ്മുടെ പുതിയ തലമുറ ഇത്തരം മൂല്യങ്ങളോട് പലപ്പോഴും കാണിക്കുന്ന ഒരു നിഷേധാത്മകമായ ഒരു പ്രവണത സാധാരണയായിട്ട് നമ്മൾ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ പറഞ്ഞൊരു സംഗതി പോലെ തന്നെ ഇതിൻ്റെ ഒരു പിന്നിലേക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുക ലഹരിയുടെ ഉപയോഗം, മദ്യം തുടങ്ങിയ വിഷയങ്ങളിലുള്ള കുട്ടികളുടെ ആ ഒരു ഉപയോഗമാണ് ഇത്തരത്തിലുള്ള സംഗതികളിലേക്ക് കുട്ടികളെ എത്തിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ആ അർത്ഥത്തിലുള്ള ഒരു ലോകം നമുക്കിടയിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പാരൻ്റ് എന്ന നിലക്ക് നമ്മൾ എങ്ങനെ ഇതിനെ നോക്കിക്കാണുന്നു എന്നതിലപ്പുറത്തേക്ക് ഇത്തരം സംഗതികൾ ഒഴിവാക്കാൻ നമ്മൾ എന്തൊക്കെ സ്റ്റെപ്പുകൾ എടുക്കണം എന്നുള്ളതാണ് നമ്മുടെ ചിന്തകളിലേക്കും പ്രവർത്തനങ്ങളിലേക്കും വരേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ ഒരു സംഗതിയെ മുൻനിർത്തിക്കൊണ്ടായിരിക്കണം നമ്മൾ പുതിയ പാരൻറ്റിങ് ശൈലികളും അത്തരത്തിലുള്ള പുതിയ പാരൻറ്റിങ് സ്വഭാവങ്ങളൊക്കെ നമ്മൾ മാറ്റിയെടുക്കേണ്ടതുണ്ട്, പ്രത്യേകിച്ച് പാരൻസ് എന്ന നിലക്ക്. ഇപ്പോൾ സാർ പറഞ്ഞതുപോലെ നിരവധി വിഷയങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് പുതിയ തലമുറയെ മുൻനിർത്തിക്കൊണ്ടാണ് നമ്മളത് കേൾക്കുന്നത്. പക്ഷേ ഇത് പുതിയ തലമുറയിൽ മാത്രം ഒതുങ്ങുന്ന ഒരു പ്രശ്നമല്ല. നേരത്തെയും ഇത്തരത്തിലുള്ള പല കേസുകളും പലതരത്തിലുള്ള വാർത്തകളും നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മൾ നിലവിലുള്ളതൊരു കൺവേർഷൻ പീരീഡിലാണ് നമ്മളുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ നമ്മുടെ മുന്നിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളെ ആ ഒരു അർത്ഥത്തിൽ പാരൻറ്റിങ്ങിലുള്ള നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങളെ നമ്മൾ സമീപിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. പാരന്റിങ്ങിന് അങ്ങനെ ഒരു ട്രെയിനിങ് ഉണ്ടോ ലോകത്തിൽ, പ്രത്യേകിച്ച് മലയാളികൾക്കിടയിൽ? പാരന്റിങ് എന്ന് പറഞ്ഞാൽ ബാക്കി എല്ലാത്തിനും നമുക്ക് പരിശീലനമുണ്ട്. അപ്പോൾ അദ്ദേഹം സൈക്യാട്രിസ്റ്റ് ആകണമെങ്കിൽ അദ്ദേഹത്തിന് പരിശീലനം വേണം. അധ്യാപകനാണെങ്കിൽ BEd ഒക്കെ കഴിയണം. കുറേ ഒരു പാരന്റിങ് എന്ന് പറയുന്നത് വളരെ സുപ്രധാനമായ ഒരു സാധനമാണ്. അതിന് എന്ത് പരിശീലനമാണ് നിലവിൽ സമൂഹത്തിൽ കിട്ടുന്നത്? കേട്ടറിവുകളും നാട്ടറിവുകളും കണ്ടറിവുകളും അല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരു സിലബസ് അടിസ്ഥാനത്തിൽ ഇങ്ങനെയൊക്കെയാണ് മക്കളെ പഠിപ്പിക്കേണ്ടത്, കൊണ്ടുവരേണ്ടത് എന്ന് പഠിക്കാൻ എന്തെങ്കിലും സംവിധാനം നമ്മുടെ നിലവിൽ നമുക്ക് ആ അർത്ഥത്തിൽ ഒരു വ്യവസ്ഥാപിതമായ സംവിധാനം ഇല്ല. പക്ഷേ എങ്കിൽ പോലും പുതിയൊരു തലമുറ, പ്രത്യേകിച്ച് ഇപ്പോൾ പറഞ്ഞ വിഷയങ്ങളൊക്കെ മുൻനിർത്തി നമ്മൾ പരിശോധിക്കുന്നിടത്ത് പുതിയ തലമുറക്ക് ആ അർത്ഥത്തിലുള്ള ഒരു അവയർനെസ് ഉണ്ടാവേണ്ടതുണ്ട് നിർബന്ധമായിട്ടും. അഥവാ പാരൻറ്റിങ് തന്നെയാണ് നിലവിലുള്ള ഒരു തലമുറയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായിട്ട് നമ്മൾ പഠിക്കേണ്ടത് എന്നുള്ളതാണ്.
അപ്പോൾ ഇത് തുടങ്ങേണ്ടത് കേവലം കല്യാണം കഴിഞ്ഞതിന് ശേഷമല്ല. ഞാൻ പറയുന്നത് ഇത് കല്യാണത്തിന് മുന്നേ തന്നെ പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് ക്ലാസ്സുകളിലൂടെ അത്തരത്തിൽ വിവാഹത്തിന് തൽപരരാകുന്ന ആളുകൾക്ക് നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള സംവിധാനങ്ങളിലൂടെ എങ്ങനെയാണ് ഒരു പാരൻ്റ് എന്ന നിലയ്ക്ക് എങ്ങനെയാണ് തൻ്റെ കുട്ടിയെ വളർത്തേണ്ടത് എന്ന തരത്തിലുള്ള നിർദ്ദേശങ്ങളും അനിവാര്യമാണ്. അങ്ങനെ ഒരു പാഠ്യപദ്ധതി, ഒരു പഠനം. നമുക്ക് തിരിച്ചു വരാം. ദിവേഷ്, താങ്കൾ ഒരു സിനിമാ സംവിധായകനാണ്, അധ്യാപകനാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു താങ്കൾക്ക് 14 വയസ്സുള്ളപ്പോൾ കേരളത്തിലെ ഏറ്റവും പ്രമുഖനായ ഒരു വിദ്യാർത്ഥി നേതാവിനെ വെട്ടിക്കൊലപ്പെടുത്തുന്നതിന് താങ്കൾ ദൃക്സാക്ഷിയായിരുന്നു. 30 വർഷം പിന്നിടുകയാണ്. കഴിഞ്ഞ ദിവസമൊക്കെ അതിൻ്റെ അനുസ്മരണമൊക്കെ ഞാൻ കണ്ടിരുന്നു. താങ്കളോട് എൻ്റെ ചോദ്യം, ഒരു സിനിമ സംവിധായകൻ എന്നല്ല, ഇപ്പോൾ ഈ സമീപകാലത്തിറങ്ങിയ സിനിമകൾ കൊച്ചു കുട്ടിയെ, പ്രസവിച്ച കുട്ടിയെ വരെ അറുത്ത് വീഴ്ത്തുന്ന രീതിയിലുള്ള സിനിമ. പണ്ട് എനിക്ക് തോന്നുന്നത് മറ്റ് സ്റ്റേറ്റിൽ, ആന്ധ്ര, തമിഴ്നാട് അങ്ങനെയുള്ള സ്റ്റേറ്റിലൊക്കെയാണ് അങ്ങനെയുള്ള സിനിമകളുണ്ട്. കേരളത്തിൽ മലയാളികൾ അങ്ങനെയുള്ള സിനിമകളെ അങ്ങനെ സ്വീകരിച്ചിരുന്നില്ല. ഈ സിനിമകൾ, അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഈ ന്യൂജൻ സിനിമകളിലെ ലഹരി ഉപയോഗത്തിൻ്റെ അമിതമായ ലഹരി ഉപയോഗം എല്ലാ സിനിമകളിലും ഇത് കാണുന്നുണ്ട്. ഒരു ലഹരിയുടെ അതൊന്നും അടിക്കുന്നതിന് കുഴപ്പമില്ല എന്ന നിലക്ക് ബോധ്യപ്പെടുത്തുന്ന സിനിമകൾ. പിന്നെ താരങ്ങളെക്കുറിച്ചും അണിയറയിൽ കേൾക്കുന്നത് പുതിയ യങ്സ്റ്റേഴ്സൊക്കെ പലപ്പോഴും ലഹരിക്ക് അടിമയാണ്, ലഹരി രാസ ലായനി പാർട്ടികൾ വരെ നടത്തുന്നവരാണ്. എങ്ങനെയാണ് താങ്കൾ എന്ന സിനിമ സംവിധായകൻ ഇതിനെ നോക്കിക്കാണുന്നത്? സ്വാഭാവികമായും ഇത്തരം വിഷ്വലുകളെല്ലാം എല്ലാവരെയും സ്വാധീനിക്കുന്നത് പോലെ കുട്ടികളെയും സ്വാധീനിക്കും, അതിലൊരു സംശയവുമില്ല. പക്ഷേ സിനിമയാണെന്നും അത് യാഥാർത്ഥ്യത്തോട് എത്രമാത്രം അടുത്തു നിൽക്കുന്നുണ്ട് എന്നുള്ള പഠനങ്ങളൊക്കെ കുട്ടികൾക്കില്ല. സ്വാഭാവികമായും നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ എനിക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട് എന്ന് പറയുന്ന ഒരു പക്ഷേ മോഹൻലാൽ പടത്തു നിന്നൊക്കെ കേട്ടിട്ടുള്ള ഒരു ഡയലോഗ് അവനെ ശീലമുണ്ട് എന്ന് പറയുന്ന ഡയലോഗൊക്കെ അവനെ സ്വാധീനിച്ചിട്ടുണ്ടാവാം. പക്ഷേ നേരത്തെ രണ്ടുപേരും പറഞ്ഞതുപോലെ ഇത് ഒറ്റയടിക്ക് തിരുത്താൻ കഴിയുന്നത് ഈ രക്ഷിതാവ് മാത്രം വിചാരിച്ചാൽ തിരുത്താൻ കഴിയുന്നതല്ല. എനിക്ക് തോന്നുന്നത് നമ്മുടെ നാട്ടിലെ കൂട്ടായ്മകൾ നഷ്ടപ്പെടുമ്പോഴാണ് ഇതെല്ലാം. നമുക്ക് രാഷ്ട്രീയ പാർട്ടികൾ സ്ഥാനാർത്ഥിയെ നിർത്താറുണ്ട്. ആ സ്ഥാനാർത്ഥിക്ക് എല്ലാ ബൂത്തിലും ഇരിക്കാൻ കഴിയാത്തത് കൊണ്ട് അവർ അവിടെ ഒരു ഏജന്റിനെ ഇരുത്തും. ആ ഏജന്റ് എന്ന് പറയുന്ന ഒരാൾ ആർക്ക് വോട്ട് ചെയ്യുന്നു എന്ന് പോലും സ്വയം മനസ്സിലാക്കുന്നിടത്ത് വളരുന്ന ഒരാളെയാണ് അവിടെ ഇരുത്തുക. അങ്ങനെ വളരുമ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു കുട്ടി എങ്ങോട്ട് പോകുന്നുണ്ട് എന്ന് ആ നാട്ടുകാരന് മനസ്സിലാവും, ആ നാട്ടുകാർക്ക് അതിലേക്ക് കൊണ്ടുവരാൻ കഴിയും. അല്ലാതെ ഇതിനെ തിരുത്താൻ നമുക്ക് കഴിയില്ല. ഒരു രക്ഷിതാവിന് വീട്ടിനകത്ത് നിന്ന് കുട്ടി പുറത്തു പോകുന്ന രക്ഷിതാവിനോട്, രക്ഷിതാവ് നിന്റെ മകൻ ഇത്തരം പ്രശ്നങ്ങളിലാണ് എന്ന് പറയാൻ ആ നാട്ടിലൊരാൾക്ക് പൊതുസമൂഹത്തിന് കഴിയേണ്ടതുണ്ട്. എങ്കിലേ തിരുത്തിക്കൊണ്ടുവരാൻ കഴിയും. അതോടൊപ്പം തന്നെ നേരത്തെ താങ്കൾ ചോദിച്ചതുപോലുള്ളൊരു ചോദ്യം, ഈ സിനിമകൾ എത്രമാത്രം പുതിയ തലമുറയെ പണ്ട് നമുക്ക് ഓർമ്മയുണ്ട്, ഒരു ബീഡി തരൂ ഒരു ചുണ്ടു തരൂ എന്ന് പറഞ്ഞൊരു വളരെ പ്രശ്നമായ ഒരു പാട്ടുണ്ടായിരുന്നു നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ. അതിനേക്കാൾ ഒരു പടി കടന്ന് ഇത് ഉപയോഗിക്കുന്നതിൽ വലിയ തെറ്റില്ല. ഇതൊരു സമൂഹത്തിൻ്റെ ഒരു എന്താ പറയണ്ടേ ഒരു പ്രത്യേകത നമുക്കുണ്ട്, അല്ലെങ്കിൽ ഇത് ചെയ്യുന്നത് നല്ലതാണ് എന്നൊരു തോന്നലുകൾ ഇത്തരം സിനിമകൾ സൃഷ്ടിക്കുന്നുണ്ട്. പക്ഷേ അതിനേക്കാൾ കൂടുതൽ ഈ സെൻസർ ബോർഡ് എന്ന് പറയുന്ന ഒരു സാധനം ഇതിനകത്ത് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായും സെൻസർ ബോർഡ് എന്താണ് ചെയ്യുന്നത് ഒരു ചോദ്യമുണ്ട്. എനിക്ക് പത്രപ്രവർത്തകൻ കൂടിയായ താങ്കൾക്ക് തന്നെ അറിയാമായിരിക്കും, പണ്ട് കാലത്തൊക്കെ ഒരു ആക്സിഡന്റ് നടന്ന് വളരെ ഭീകരമായ ഫോട്ടോ വന്നു കഴിഞ്ഞാൽ ആ ഡെസ്കിൽ നിന്ന് പറയുന്ന ഒരു കാര്യം, ആ ഫോട്ടോ കൊടുക്കേണ്ട, ആളെ നമ്മൾ അങ്ങനെ പാനിക് ആക്കേണ്ട. പക്ഷെ ഇന്ന് നടക്കുന്നത് എന്താ, ആ ഫോട്ടോ ആരാദ്യം കൊടുക്കുന്നുള്ള ഒരു മത്സരത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ നമ്മളുടെ മുന്നിലേക്ക് വരുന്ന ക്രൈമിന്റെ ഒരു ഭീകരത കുറഞ്ഞു വരികയാണ്. അത് അത് ദിവസവും കണ്ട് അവൻ അതിന്റെ ഭാഗമായി ക്രൈം എന്നതൊരു ഭീകരത അല്ലാതായി മാറുകയാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഈ 37 വെട്ട് കണ്ട എന്നിൽ ബാധിച്ചിട്ടുള്ള മാനസിക പ്രശ്നങ്ങളും ചുവന്ന നിറം കാണുമ്പോൾ ഉണ്ടായൊരു പ്രശ്നവും ഇന്നത്തെ ഒരു കുട്ടിക്ക് അത് തോന്നില്ല. കാരണം എന്താണെന്ന് പ്രശ്നം, ദിവസവും ഇവൻ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഒരു യുദ്ധം നടക്കുന്നിടത്തു നിന്നുള്ള ഒരു കുട്ടി കണ്ണൂർ വന്നിട്ട് എവിടെ നിന്നും ഒരു ബോംബ് പൊട്ടി എന്ന് പറയുമ്പോൾ അവനെ സംബന്ധിച്ച് ഒരു പ്രശ്നമല്ല. അതിലേക്ക് നമ്മളുടെ വിഷ്വലുകളും നമ്മളുടെ മീഡിയകളും നമ്മൾ അതിലേക്ക് എത്തിച്ചു. നമ്മൾ അതിൽ നിന്ന് എങ്ങനെ തിരിച്ചു പിന്നോട്ടേക്ക് വരും. അതിനാണ് ഞാൻ പറഞ്ഞത്, ഒരു വലിയ കൂട്ടായ്മയും രാഷ്ട്രീയ പാർട്ടിക്ക് ഇതിൽ വലിയ ഇടപെടലുണ്ട്. ഈ യുവജന സംഘടനകൾ ഇത് ഏറ്റെടുക്കാത്ത കാലത്തോളം ഇതങ്ങ് നിർത്താൻ കഴിയും. ഒരു രക്ഷിതാവ് വിചാരിച്ചാൽ അങ്ങ് നിർത്താൻ കഴിയുന്ന കാര്യമല്ലാതെ ഇത് കൈവിട്ടു പോയിരിക്കുന്നു. നമ്മൾ പണ്ട് കഞ്ചാവ് വലിക്കുന്ന ഒരാളെന്ന് പറഞ്ഞ ഒരു പഞ്ചായത്തിൽ ഒരാളെയൊക്കെ കാണാൻ പറ്റും. ഒരാള് ഇല്ലാത്ത ഒരാളെ കണ്ടെത്താൻ എന്നൊരു പാട് എന്നുള്ള മാറിയിട്ടുണ്ട്. സമൂഹം ഉണർന്നേ പറ്റൂ. സമൂഹം
യുവജന സംഘടനകൾക്ക് വലിയ ബാധ്യതയുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇത് തടഞ്ഞു നിർത്താൻ. അല്ലാതെ കഴിയും എനിക്ക് തോന്നുന്നില്ല. കാരണം അവരത് ഏറ്റെടുക്കണം എന്നാണ് എൻ്റെ. നമുക്ക് ഡോക്ടർ രാഹുലിനോടൊന്ന് ചോദിക്കാം. ഡോക്ടറെ, താങ്കളുടെ അടുത്ത് ഇപ്പോൾ വരുന്ന കുട്ടികൾ, ഈ കോവിഡിന് ശേഷം താങ്കളുടെ മുന്നിലേക്ക് വരുന്ന മക്കളുടെ ഒരു മനോനില എങ്ങനെയാണ്? എന്തൊക്കെ ആശങ്കകളുമായിട്ടാണ് കുട്ടികൾ എത്തുന്നത്? രക്ഷിതാക്കൾ തിരിച്ചറിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പം കുട്ടികളുടെ ഒരു മാനസിക നില അല്ലെങ്കിൽ അത് വെച്ചിട്ടുള്ള കേസുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ എല്ലാം ഒരു എല്ലാവരും മാതാപിതാക്കൾ പറയുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇങ്ങനെ ആയിരുന്നില്ല, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ചെറിയൊരു അംശമേ ഉണ്ടായിരുന്നുള്ളൂ ഈ ഒരു 4 വർഷം മുന്നേ. അതിന് ശേഷം, അതായത് മെയിൻ കംപ്ലൈൻറ്റുകളെല്ലാം അതിന് ശേഷമാണ് കുറച്ചൊന്ന് മൂർച്ഛിച്ചത്. മേ ബി അത് ഈ ക്വാറൻറ്റൈൻ അങ്ങനെയൊക്കെ ആയപ്പോൾ കുറേ വീട്ടിൽ തന്നെ ചടഞ്ഞുകൂടിയതിൻ്റെയും അവിടെ തന്നെ ആ ഒരു അറ്റ്മോസ്ഫിയറിൽ മാത്രമായതിൻ്റെയും ഈ പറഞ്ഞ പോലെ ക്ലാസ്സുകൾ എല്ലാം നമ്മുടെ ഓൺലൈനിലേക്ക് മാറ്റിയപ്പോൾ ഈ ഗാഡ്ജറ്റ്സൊക്കെ യൂസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യങ്ങൾ കുറച്ച് കൂടുതൽ കിട്ടിയതിൻ്റെയൊക്കെ ആവാം. അപ്പോൾ മെയിനായിട്ട് ഇപ്പോൾ കാണുന്ന കൂടുതൽ കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് മൊബൈൽ യൂസ് അല്ലെങ്കിൽ അഡിക്ഷൻസ്, അതായത് ഗെയിം അതുപോലത്തെ കാര്യങ്ങൾ. രണ്ടാമത് ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ദേഷ്യം പ്രകടിപ്പിക്കുന്ന അതാണ് അത് കുട്ടികളുടെ പ്രതിഷേധം, അതിന്റെ രൂപം എങ്ങനെയാണ് ശ്രദ്ധയിലേക്ക് വന്ന ഏറ്റവും മോശമായ ഒരു രൂപം ഏതാണ്? ഒരു യൂഷ്വൽ എല്ലാവരിലും കാണുന്ന ഒരു ഇതെന്ന് പറഞ്ഞാൽ തല്ലിപ്പൊളിക്കുക സാധനങ്ങൾ, അതായത് അടിച്ചു തകർക്കുക. അത് ഒരു പൊതുവിലൊരു കാണുന്ന ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം മൊബൈൽ കുഴപ്പമുണ്ടാവില്ല, ബാക്കിയുള്ള എല്ലാം തല്ലിപ്പൊളിക്കും. അതായത് ടി വി അടക്കമുള്ള ബാക്കിയുള്ള സാധനങ്ങൾ പൊളിക്കും. പക്ഷേ അമ്മമാർ പറയും അവൻ്റെ മൊബൈൽ സേഫാണ്. അതാണ് ഒരു മെയിൻ കോമൺ ആയിട്ടുള്ളത്. രണ്ടാമത് ഒരു ത്രെട്ടണിങ് അല്ലെങ്കിൽ ആത്മഹത്യ, ഞാൻ മരിച്ചു കളയും, ജീവിച്ചിരിക്കൂല, അല്ലെങ്കിൽ ഇറങ്ങിപ്പോയി കളയും, ഇവിടെ നിൽക്കില്ല, ഇതുപോലത്തെ കുറേ കാര്യങ്ങൾ മേ ബി ഒരു എമൗണ്ട് അത് ചെയ്യുന്ന ആൾക്കാരും വിട്ടിറങ്ങി പോകാൻ ശ്രമിക്കുക. ഇത് രണ്ടുമാണ് കൂടുതലായിട്ടും. അതായത് ആങ്കർ എക്സ്പ്രസ് ചെയ്യുന്ന പല മെത്തേഡുകൾ, ലൈക്ക് സ്വയം ഹാം ചെയ്യുക എന്നുള്ളതും അല്ലെങ്കിൽ വീട്ടുകാരുടെ അടുത്ത് പ്രകടിപ്പിക്കുന്ന രീതി. അതിൽ പ്രകടമായ മാറ്റങ്ങൾ എന്ന് പറയാൻ പറ്റില്ല, മുന്നേ ഉള്ളത് തന്നെയാണ്. പക്ഷേ ഇപ്പോൾ വരുന്ന കൂടുതൽ കേസുകളിലും കൂടുതൽ കാണാൻ പറ്റുന്ന ഇതും കുട്ടികൾ സ്വയം പീഡിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ടോ? ശരീരം അതും വളരെ വളരെ കൂടുതലായിട്ട് ഭാഗമായിട്ട് കാണാൻ പറ്റുന്ന ഒരു കൂടുതലും ആക്ച്വലി കൂടുതലും നമ്മൾ കാണുന്നത് കൈമുറിക്കുക അല്ലെങ്കിൽ ദേഹത്ത് തന്നെ മുറിവേൽപ്പിക്കുക, കത്തി ഉപയോഗിച്ചോ അങ്ങനത്തെ സാധനങ്ങൾ ഉപയോഗിച്ച്, ചിലരാണെങ്കിൽ പെന്ന് വെച്ചിട്ട് എഴുതിയിടുന്നത് പോലത്തെ കാര്യങ്ങൾ എഴുതുക. കുറച്ച് റെയറാണെങ്കിൽ നമ്മുടെ ICUലൊക്കെ കൂടുതൽ കിട്ടുന്ന വേറെ കുറേ കേസുകൾ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഗുളികകൾ വീട്ടിലുള്ളത് ദേഷ്യത്തിന് അതിന് ഭാഗമായിട്ട് എടുത്ത് കഴിക്കുക. ഇങ്ങനത്തെ കൂടുതൽ കാര്യങ്ങളാണ് ഒരു ആത്മഹത്യ എന്ന് പറയാൻ പറ്റില്ല, ആത്മഹത്യാ ശ്രമം പോലെ ഉള്ള ഒരു ബിഹേവിയേഴ്സ്. കൂടുതലും അത് എന്തെങ്കിലും ഒരു ദേഷ്യമോ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലോ ആണ് ഇങ്ങനത്തെ കാര്യങ്ങൾ കൂടുതലും കണ്ടുവരുന്നത്. കുട്ടികൾ ഷെയർ ചെയ്യുന്നത് എന്താണ് താങ്കളോട്? സ്വകാര്യമായിട്ട് പറയുമല്ലോ, ഇങ്ങനെ എൻ്റെ പ്രശ്നം ഇതാണ് എന്ന് ഏറ്റവും കൂടുതലായി പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യം? അതായത് അതിന്റെ വേർഡിങ്സ് ഒക്കെ ഡിഫറെന്റ് ആയിരിക്കും. പക്ഷെ ഒരു കോമൺ ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് വീട്ടിൽ നിന്ന് സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ആ ഒരു സ്വാതന്ത്ര്യം അവൻ പ്രതീക്ഷിക്കുന്ന സ്വാതന്ത്ര്യം തരുന്നില്ല, അല്ലെങ്കിൽ കൺട്രോൾ കൂടുന്നു, അല്ലെങ്കിൽ പഠിത്തത്തിന് പ്രഷർ കൂടുന്നു, അങ്ങനത്തെ കാര്യങ്ങൾ, അല്ലെങ്കിൽ പുറത്ത് വിടാൻ പുറത്ത് സമ്മതിക്കുന്നില്ല, എന്നെ എപ്പോഴും ഒരു ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇങ്ങനത്തെ കാര്യങ്ങൾ. അതായത് മെയിനായിട്ട് പാരൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള പിള്ളേരുടെ കംപ്ലൈന്റ് കൂടുതലും അവർ നമ്മളെ ട്രീറ്റ് ചെയ്ത് നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു. നമുക്ക് അഫീദയോട് ചോദിക്കാം. അഫീദ, ഈ കുട്ടികളെ വളർത്തുമ്പോൾ ഒരു രക്ഷിതാവ് ഈ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ കോവിഡാനന്തര കാലഘട്ടത്തിൽ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ഒരു രക്ഷിതാവ് എന്ന നിലയ്ക്ക് മക്കളെ? പ്രധാനമായിട്ട് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞതുപോലെ മൊബൈലിൻ്റെ ഒരു അഡിക്ഷൻ വളരെ കാര്യമായിട്ട് കുട്ടികൾക്കിടയിലുണ്ട്. പിന്നെ ഇത് എങ്ങനെ ഉപയോഗിക്കണം എന്ന് അറിയാത്തൊരു കുട്ടികളാണ് നമ്മുടെ കയ്യിലുള്ളത്. നേരത്തെ നമ്മൾ കോവിഡ് ടൈമിൽ പറഞ്ഞിരുന്നത് കുട്ടികൾക്ക് പഠനത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്, അത് ആ സമയത്ത് നിർബന്ധമായിരുന്നു. പക്ഷെ അതിനുശേഷം ഇത് സ്വാഭാവികമായൊരു സംഗതിയായിട്ട് മാറുകയാണ്. പിന്നെ ഈ മൊബൈൽ അഡിക്ഷന്, അതുപോലെ തന്നെ സ്വഭാവങ്ങളിലുള്ള മാറ്റങ്ങൾ, ഇതൊക്കെ നമ്മൾ ആ സമയത്ത് ഇപ്പോഴും ഒക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ്. പിന്നെ കുട്ടികൾ ഓരോ വിഷയത്തെയും നോക്കിക്കാണുന്നത് നമ്മൾ കാണുന്നത് പോലെയല്ല. അവർ പുതിയ ജനറേഷൻ ആയതുകൊണ്ട് തന്നെ ഓരോന്നിലും വ്യത്യസ്തമായ ആംഗിളുകൾ അവർ കരുതുന്നുണ്ട്. അപ്പോൾ ആസ് എ പാരൻ്റ് എന്ന നിലക്ക് പിന്നെ കുട്ടികൾ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നമ്മളൊരു ഫ്രണ്ടായിട്ട് മാറണം എന്ന നിലക്കായിരിക്കും.
പക്ഷെ നമുക്കതിന് കഴിയുന്നില്ല എന്നുള്ളിടത്താണ് കാര്യങ്ങൾ. അഥവാ നമ്മൾ എത്രയൊക്കെ ശ്രമിച്ചാലും പലപ്പോഴും ഇപ്പോൾ പറഞ്ഞതുപോലെയുള്ള വിഷയങ്ങൾ നമുക്ക് സ്വാഭാവികമായിട്ട് കടന്നു വരും. നേരത്തെ നമ്മൾ ശീലിച്ച ഒരു പാരൻറ്റിങ്ങിൻ്റെ ഒക്കെയും അഥവാ നമ്മൾ കണ്ട നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് നമുക്ക് കിട്ടിയ ഒരു പാരൻറ്റിങ്ങിൻ്റെ ഒരു പ്രതികരണമാണ് പലപ്പോഴും നമ്മളിൽ നിന്ന് ഉണ്ടാവുന്നത്. അപ്പോൾ അത് നമ്മൾ മാറ്റേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഈ കുട്ടികളിൽ ഉണ്ടാകുന്ന ഇത്തരം വിഷയങ്ങൾ, മൊബൈൽ അഡിക്ഷന്, അതുപോലെ തന്നെ പലരും പറഞ്ഞു കേൾക്കാറുള്ളത് പോലെ തന്നെ ലഹരിയുമായി ബന്ധപ്പെട്ടുള്ള ഉപയോഗം, അത് നേരത്തെ ഉള്ളതിനേക്കാളും വലിയ രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ അവരതിലേക്ക് എത്തിപ്പെടുന്നത് ഈ മൊബൈലിൽ നിന്ന് തന്നെയാണ് എന്നുള്ളതാണ് അതിൻ്റെ അനുഭവസ്ഥർ തന്നെ പറയുന്നത്. കുട്ടികളിൽ നിന്ന് തന്നെ നമ്മൾ കേൾക്കുന്നത് അങ്ങനെയാണ്. അഥവാ മൊബൈൽ കൂടുതലായിട്ട് ഉപയോഗിച്ച് ഒരു ഘട്ടത്തിൽ മാതാപിതാക്കൾ അത് പിടിച്ചു വെക്കുന്ന സമയത്ത് അവർ ഡിപ്രഷനിലേക്ക് പോവാണ്. ഈ ഡിപ്രഷനിൽ നിന്ന് എങ്ങനെ കരകയറും എന്ന് വിചാരിക്കുന്നിടത്താണ് അവർ ലഹരിയിലേക്ക് തിരിയുന്നത്. ഇതിലേക്ക് പോകുമ്പോൾ, അത് ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് പോകുമ്പോൾ അത് ഒരു ദുരന്തത്തിൽ നിന്ന് മറ്റൊരു ദുരന്തത്തിലേക്ക് പോകുന്ന തരത്തിലേക്ക് അതിങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. താങ്കളൊക്കെ പൊതുപ്രവർത്തന രംഗത്തുണ്ടല്ലോ. നമ്മൾ ഈ കാര്യത്തിൽ ഈ മാതാപിതാക്കൾ പങ്കുവെക്കുന്ന ആശങ്കകൾ, മക്കളെ നിയന്ത്രിക്കുന്ന കാര്യത്തിൽ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾ എന്തൊക്കെയാണ്? അവർ ശരിക്കും സങ്കടം പറയുന്നുണ്ടാവില്ല പലപ്പോഴും. മക്കളെ പോറ്റുക എന്നുള്ളത് പഴയതുപോലെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇരിക്കുന്ന മക്കളല്ലല്ലോ ഇപ്പോൾ ഉള്ളത്. പണ്ട് രക്ഷിതാക്കളെക്കുറിച്ച് അങ്ങനെയാണ്. ഉപ്പ വരുന്നു എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ മുട്ടിടിക്കുക, അല്ലെ അച്ഛൻ വരുന്നു, അല്ലെങ്കിൽ അമ്മാവും വരുന്നു, കാർന്നോർ വരുന്നു. എന്താണ് അങ്ങനെയുള്ളൊരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറ്റുക? അതിലും വലിയ മാറ്റങ്ങളുണ്ട്. അതായത് ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ പിന്നെ ഈ പാരൻറ്റിങ് എന്ന് പറയുന്നത് നമ്മൾ നിർബന്ധമായിട്ടും പഠിക്കേണ്ടുന്ന ഒരു സംഗതിയായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നമ്മളിൽ വരുത്തേണ്ടുന്ന മാറ്റങ്ങൾ തന്നെയാണ്. പ്രത്യേകിച്ച് കുട്ടികളെ നമ്മൾ കുറ്റം പറഞ്ഞത് കൊണ്ടോ കുട്ടികൾ പറഞ്ഞത് കേൾക്കുന്നില്ല എന്ന് പറഞ്ഞത് കൊണ്ടോ ഒന്നും കാര്യമില്ല. പറഞ്ഞതുപോലെ പിന്നെ കുറേ അനുഭവങ്ങൾ നമ്മളായിട്ട് ഷെയർ ചെയ്യും പല പാരൻസും. അഥവാ നേരത്തെയുള്ള പാരൻസ് ആയിരുന്നെങ്കിൽ രാവിലെ സ്കൂളിൽ വിട്ട് വൈകുന്നേരം തിരിച്ചെത്തുന്നത് വരെ മാത്രമേ അവർക്ക് ഒരു ആദ്യം ഉണ്ടാവുള്ളൂ. എൻ്റെ കുട്ടി എവിടെ പോയി, എന്താണ് ചെയ്യുന്നത്, അതാണ്. 24 മണിക്കൂറും 24 ഹവേഴ്സ് ആദ്യമാണ് പിന്നെ പാരൻസിന് അവരെന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പുറത്തു പോയി കഴിഞ്ഞാൽ നിരവധി സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ സാധ്യതകൾ വീട്ടിലിരുന്നാലും അതെ വീട്ടിലിരുന്നാലും നമുക്ക് തിരിച്ചു വരാം. ദിവേഷ്, ഒരു വലിയ സങ്കടകരമായ ഒരു കാഴ്ച, ആ വിദ്യാർത്ഥി അധ്യാപകന് നേരെ നിന്നെ തീർത്ത് കളയും എന്ന് പറയുന്ന വീഡിയോ എടുക്കാനുള്ള ഒരു മാനസിക നിലവാരത്തിലേക്ക് അവിടുത്തെ അധ്യാപകർ എത്തി എന്നുള്ളതാണ്. ആരാണ് ഈ അധ്യാപകർ? അവരുടെ മനോനില എന്താണ്? അത് ഒരു അധ്യാപകൻ കൂടി ആയതുകൊണ്ട് ഞാനൊരു ഞാൻ ഇതിനകത്ത് എനിക്കറിയാവുന്നൊരു കാര്യം പറയാം. എനിക്കറിയാവുന്നൊരു വിദ്യാലയത്തിൽ ഒരു ടീച്ചർക്ക് കുട്ടികൾ പൂ കൊണ്ടു കൊടുക്കാൻ പറഞ്ഞു. എല്ലാ ദിവസവും ടീച്ചർ വന്നിറങ്ങുമ്പോഴേക്കും കുട്ടികൾ ഓടി ഓരോ പൂവ് കൊണ്ടുപോയി കൊടുക്കും. ആ ക്ലാസ്സിലെ ഒരു കുട്ടി പോലീസ് പിടിക്കുകയാണ്. പിടിച്ചിട്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് സ്കൂളിലേക്ക് ഒരു ഫോൺ വരികയാണ്, ടീച്ചർ ഒന്ന് സ്കൂളിൽ വരെ വരണം. അപ്പോഴാണ് അറിയുന്നത് ആ കുട്ടിയുടെ വീട്ടിൽ പൂവില്ലാത്തതിൻ്റെ അടുത്ത വീട്ടിൽ കയറി മോഷ്ടിച്ച് അവൻ ടീച്ചർക്ക് പൂ കൊണ്ടുപോയി കൊടുത്തിട്ട് പിടിക്കപ്പെടുക. നമ്മൾ ആലോചിച്ച് നോക്കണം. ആ പൂ വാങ്ങാൻ ടീച്ചർക്ക് അന്നേരം ഉണ്ടാകുന്ന ഒരു സന്തോഷമോ അല്ലെങ്കിൽ ആൾക്കാരുടെ കൂട്ടത്തിൽ മറ്റധ്യാപകരുടെ കൂട്ടത്തിൽ എനിക്ക് മാത്രം പൂ കൊണ്ടുത്തരുന്നു എന്ന് പറയുമ്പോൾ ടീച്ചർ, അപ്പം അതിൽ വളരെ ലളിതമായി തോന്നുന്ന ഒരു സാധനത്തിൽ നടന്നൊരു ക്രൈം നോക്കൂ. ആ കുട്ടി അത് അത് കടന്നു. അപ്പോൾ ആ കുട്ടിയുടെ പരിസരത്തുള്ള വീടേ അല്ല, ദൂരെയുള്ള വീടാണെങ്കിൽ കുട്ടി പിടിക്കപ്പെട്ടു. മാറി ആ കുട്ടിയെ ആ വീട്ടുകാർക്ക് അറിയില്ല. കുട്ടിയെ നേരെ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുകയാണ് ആ വീട്ടുകാർ ചെയ്തത്. മനസ്സിലായില്ല. അല്ല, പൂ പൊട്ടിക്കാനാ വന്നതെന്ന് പറഞ്ഞിട്ട് വീട്ടുകാർ വിശ്വസിക്കുന്നില്ല. കാരണം അങ്ങനെ ഒരു സംഭവം നടക്കേണ്ട കാര്യമല്ലോ. ഇല്ല. മറ്റേത് കൂട്ടി വായിക്കുമ്പോഴാണ് അതിന്റെ. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ 10ാം ക്ലാസ്സിൽ ചെയ്തതെല്ലാം തെറ്റായി പോയി എന്ന് എനിക്ക് തോന്നുന്നത് 10-35 വയസ്സാവുമ്പോഴാണ്. ആ അധ്യാപകരുടെ പ്രായം എത്രയായിരിക്കും? ഈ പ്രായത്തിൽ ഇത് പുറത്തുവിടാനും ഇത് വീഡിയോ എടുക്കാനും ഉപയോഗിക്കാനുണ്ടായ ഒരു മാനസികാവസ്ഥ ഞാൻ പറയാം, നന്നായിട്ട് അറിയായിരിക്കും. പണ്ട് കാലത്ത് ഏത് രാഷ്ട്രീയ പ്രവർത്തകനെയും മാഷ് എന്ന് വിളിച്ചു കാണും. എന്തുകൊണ്ടായിരുന്നു? റോൾ മോഡൽ മാത്രമല്ല, ആ നാട്ടിലെ അധ്യാപകൻ ആ നാട്ടിന്റെ പ്രശ്നങ്ങൾ ഇടപെടുന്ന അധ്യാപകനായിരിക്കും, പരിഹരിക്കുന്ന അധ്യാപകനായിരിക്കും, എന്ത് ചർച്ച നടത്തുന്നതിൽ അധ്യാപകനായിരിക്കും. ഏത് രാഷ്ട്രീയ പാർട്ടിയുടെയും നേതാക്കന്മാരെ നിങ്ങൾ എടുത്തു നോക്കൂ, അവരുടെ പേരിന് താഴെ എന്തെങ്കിലും മാഷ് എന്ന് ചേർത്തിട്ടുണ്ടാവും. ഒരു മാഷ് അല്ലെങ്കിൽ പോലും, എനിക്കറിയാം, എൻ്റെ അമ്മ അധ്യാപികയോ ഒന്നുമല്ല, പക്ഷേ മുനിസിപ്പൽ ചെയർമാനായപ്പോൾ മാലിനി ടീച്ചർ എന്നാണ് വിളിച്ചത്. ടീച്ചറേ അല്ല, വേറൊരു ഉദ്യോഗമായിരുന്നല്ലോ, അറിയാം. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, അധ്യാപകൻ അങ്ങനെ ഒരു റോള്
റോള് ഈ സമൂഹത്തിൽ കൊടുത്തിരുന്നു. അത് വലിയ റോളായിരുന്നു. അത് വിവരമില്ല അധ്യാപകനും അത് കിട്ടിയിരുന്നു, വിവരമില്ല ഈ ഒരു താരതമ്യത്തിൽ കിട്ടിപ്പോയിട്ടുണ്ട്. അപ്പോ സംഭവിക്കപ്പെടുന്നത് നേരത്തെ പറഞ്ഞതുപോലെ അതിനേക്കാൾ വലിയ ക്രൈമാണ് ചെയ്തത്. ഇപ്പം ഞാൻ പറയാം, എൻ്റെ മോനോടോ എൻ്റെ ഏച്ചിയുടെ മകനോടോ മൊബൈൽ വാങ്ങിയാൽ, അവൻ 2ാം ക്ലാസ്സിലാണെന്ന് വിചാരിക്കുക, കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ മൊബൈൽ വാങ്ങിയാൽ അവൻ അറിയാവുന്ന ഭാഷയിൽ അവൻ ചീത്ത വിളിക്കും, ഒരു സംശയമില്ല. കാരണം അവനെ നേരത്തെ സാറ് പറഞ്ഞല്ലോ, അവന്റെ മൊബൈൽ ഒഴികെ ബാക്കി എല്ലാ മൊബൈലും തല്ലിപ്പൊളിക്കുന്നു എന്ന് പറയുമ്പോൾ ഇവന്റെ എല്ലാ സാധനങ്ങളും ഇതിനകത്തുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അവൻ അവിടെ പറഞ്ഞ ആ വേർഡിനെ ഞാൻ പറയാം, ഞാൻ എൻ്റെ സ്കൂളിലെ ഒരു പ്രശ്നം, ഞാൻ ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോൾ ഞാൻ കുട്ടികളോട് എണീറ്റ് നിൽക്കരുത് എന്നാണ് പറയാറ്. നിങ്ങൾ ഗുഡ് മോർണിംഗ് പറയാൻ എണീറ്റ് നിൽക്കേണ്ടതില്ല, നിങ്ങൾ അവിടെ ഇരുന്നാൽ മതി. എങ്കിൽ മാത്രമേ നമുക്ക് ജനാധിപത്യം പഠിപ്പിക്കാൻ പറ്റുന്നേ. അല്ലാതെ ഞാൻ അവിടെ പോയി അവരുടെ മുന്നിൽ, നേരത്തെ മാം പറഞ്ഞതുപോലെ കുട്ടികളെ നിങ്ങൾ പേടിപ്പിച്ചൊന്നും നിർത്താൻ കഴിയില്ല. ആ കാലഘട്ടം പേടിക്കുന്നില്ല. കുട്ടികളെ പേടി നഷ്ടപ്പെട്ടത് ഇങ്ങനെ പേടി നഷ്ടപ്പെട്ടതെന്നല്ല അതിന്റെ പ്രശ്നം. ഞാൻ പറയാം, എടാ അച്ഛ പിടിക്കുന്നു പറയുന്ന ഒരു സാധനം നിങ്ങൾ കണ്ടു കാണും ചില സാധനം. കാരണം കുട്ടി വളരെ പെട്ടെന്ന് അവന്റെ വളരെ സ്വാഭാവികമായ ഒരു അർത്ഥത്തിൽ നഷ്ടപ്പെട്ടു പോകുമ്പോൾ എടാ എന്ന് വിളിച്ചു പോയത്, കാരണം അവൻ അവിടെ കൃത്യമായ അവന്റെ ബോധ്യത്തിലാണ് അവൻ വിളിക്കുന്നത്. അപ്പോൾ ഈ അധ്യാപകനും കുട്ടിയും തമ്മിൽ അടിച്ചു നിർത്തേണ്ടത് ഒന്നല്ല എന്നും വളരെ, നിങ്ങൾക്കറിയാം സ്കൂളിലെ ഈ ലാസ്റ്റ് ബെഞ്ചിലെ കുട്ടികളാണ്, എം വിജയ മാഷ് പറഞ്ഞിട്ടുണ്ട്, എന്നെ തേടി വന്നത് ലാസ്റ്റ്. ഈ കുട്ടികളെ നല്ല രീതിയിൽ വളർത്താൻ ആ എല്ലാ വിദ്യാലയങ്ങളിലും ഒരു അധ്യാപകൻ ഉണ്ടാവുമായിരുന്നു. കാരണം ആ അധ്യാപകൻ പറഞ്ഞ ഇവരെല്ലാം കേൾക്കും. അപ്പൊ അവരുടെ സുഹൃത്തായിട്ടായിരുന്നു ഇവർ കണ്ടത് കൊണ്ട് മാത്രമാണ്. മനസ്സിലായല്ലോ? ഈ കുട്ടികളെ അവരുടെ, ഇപ്പൊ സാർക്ക് തന്നെ അറിയായിരിക്കും, ഓരോ കുട്ടിയും ഓരോ രീതിയിലാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. ആ രീതിയിലേക്ക് അവനെ കൊണ്ടുപോയാൽ ഒരു കുട്ടിയും മൊബൈല്, സാറേ ഞാൻ മൊബൈൽ കൊണ്ടുവന്നിട്ട് സാർ എടുത്തു വെച്ചോ, ഞാൻ വൈകിട്ട് വാങ്ങും എന്ന് പറയുന്നതിലേക്ക് വിദ്യാഭ്യാസത്തെ കൊണ്ടുവരാത്ത കാലത്തോളം ഇപ്പം നമുക്ക് വേറെ രീതിയിൽ നമ്മളെ വിദ്യാഭ്യാസത്തെ വളർത്താൻ കഴിയും. ഞാനടക്കമുള്ള രക്ഷിതാവിന്റെ അടുത്തുള്ള ഒരു പ്രശ്നം എന്താ, എൻ്റെ കുട്ടി വീട്ടിലേക്ക് കയറി വരുമ്പോൾ നിനക്ക് എത്ര മാർക്ക് കിട്ടിയെന്നാണ് ചോദിക്കുന്നത്. നീ എന്ത് പഠിച്ചു എന്ന് ചോദിക്കുന്നിടത്താണ് നമ്മുടെ വിദ്യാഭ്യാസവും കുട്ടികളും നന്നാവും. മാറുക തന്നെ. ഡോക്ടറെ, ഇപ്പം ഈ പറഞ്ഞ കുട്ടികളും അധ്യാപകരും കുട്ടികളും രക്ഷിതാക്കളും തമ്മിലുള്ള പുതിയ കാലത്തിൻ്റെ കെമിസ്ട്രിയെ ഒരു മനഃശാസ്ത്രജ്ഞൻ എന്ന നിലക്ക് താങ്കൾ നിരീക്ഷിക്കുന്നത് അതെങ്ങനെ ഒന്ന് സ്മൂത്താക്കി എടുക്കാൻ പറ്റും? അതിന് ഈ രക്ഷിതാക്കൾ എടുക്കേണ്ട ടിപ്സ് എന്താണ്, അല്ലെങ്കിൽ അധ്യാപകർ എടുക്കേണ്ട ചെറിയ വാക്കുകളിലൂടെ? ബേസിക്കലി ജനറലായിട്ട് പറയുകയാണെങ്കിൽ നമ്മളൊരു കുട്ടി, ഇപ്പം മാഡം പറഞ്ഞു പാരൻറ്റിങ്, നമുക്കൊരു കോഴ്സോ ഒരു ബുക്കോ ഒന്നും ഇല്ല. പലരും പല ബുക്ക് ഇറക്കുന്നുണ്ട്, പക്ഷേ ആർക്കും അറിയില്ല പാരൻറ്റിങ് എന്താണ്. അപ്പോൾ ആക്ച്വലി അങ്ങനെ ഒരു ബുക്കില്ല. അതിന് വളരെ സിമ്പിളായിട്ടുള്ള വഴി എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ മാഷർമാർക്കായാലും ടീച്ചേഴ്സ് എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു സിമ്പിൾ വഴി എന്ന് പറഞ്ഞാൽ കുട്ടിയെ പോലെ ചിന്തിക്കാൻ പഠിക്കുക എന്നുള്ളതാണ്. നമ്മൾ ചെയ്യുന്നത് പോലെ ചിന്തിക്കണം. അവൻ എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു ചിന്തിക്കുന്നില്ല. റേദർ ദാൻ ദാറ്റ് നമ്മൾ അങ്ങനെ ചെയ്തില്ല, അല്ലെങ്കിൽ എനിക്കതിനുള്ള അവസരം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഇവൻ എന്തുകൊണ്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ഞാൻ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യുന്നു, അല്ലെങ്കിൽ ബാക്കിയുള്ളവർ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യുന്നു. അതാണ് എപ്പോഴും ഒരു കമ്പാരിസൺ. നോർമൽ എന്ന് പറയുന്ന നമ്മളൊരു കമ്പയർ വെച്ചിട്ടാണ് എപ്പോഴും നോർമൽ എന്ന് പറയുന്ന ഒരു സാധനത്തിന് ഇതിനെ അതുകൊണ്ട് അബ്നോർമൽ എന്ന് പറയുന്ന പോലെ. അപ്പോൾ കുട്ടി എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു എന്ന് ചിന്തിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ അഡ്രസ്സ് ചെയ്താൽ മാത്രമേ ഇത് മാറ്റാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇത് എങ്ങനെ കുട്ടികൾ ചിന്തിക്കുന്നു എന്ന് പറയുമ്പോൾ, ഇപ്പം ഒരു കുട്ടികളുടെ നമ്മൾ മുന്നേ ഉണ്ടായിരുന്നൊരു ലോകം എന്ന് പറഞ്ഞാൽ, ഇപ്പം കേരളം പോലെ ഒരു സ്ഥലത്ത് ഒരു കൂട്ടുകുടുംബ സെറ്റപ്പ്, ആ ഒരു സാർ നേരത്തെ പറഞ്ഞ പോലെ വിഭജന പ്രോഗ്രാമുകൾ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ എല്ലാമായിട്ടായിരുന്നു നമ്മൾ നടന്നിരുന്നത്. പക്ഷേ റീസെൻ്റ്ലി അത് മാറി നമ്മളൊരു ന്യൂക്ലിയർ ഫാമിലി എല്ലാം മാറി ലോകത്തേക്ക് മാറുകയാണ്. അതിപ്പോൾ ഒരു ഓക്കെ കണ്ണൂർ പോലത്തെ ഒരു സ്ഥലത്ത് ആയി വരുന്നേ ഉണ്ടാവുള്ളൂ, പക്ഷേ അത് എല്ലായിടത്തും നടക്കുന്നുണ്ട്. പക്ഷേ അച്ഛനും അമ്മമാരും മാഷന്മാരാണെങ്കിലും അവർ ആക്ച്വലി ബേസിക്കലി അപ്ഡേറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അവരുടെ ഒരു ലോകം കണ്ട അവരുടെ 35-40 വർഷത്തെ എക്സ്പീരിയൻസിൽ അവർ ഈ ഒരു ചേഞ്ച് കണ്ടിട്ടുണ്ട്. അത് ടെക്നോളജി പരമായിട്ടുള്ളതാണെങ്കിലും TV, ഇപ്പം ഞാൻ പണ്ട് DD1 കാണുന്നു, പിന്നെ ഏഷ്യാനെറ്റ് വരുന്നു, പിന്നെ ഒരു പടേ ഓഫ് ചാനൽ വരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഈ പിള്ളേർ ഇതുള്ള സമയത്താണ് വരുന്നത്. അപ്പോൾ അന്ന് അങ്ങനെ ആയിരുന്നു എന്ന് പറയുന്നതിൽ അത് അവർക്ക് അറിയാത്തൊരു സാധനമാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മുടെ ഒരു വിവരം വെച്ചിട്ട് അത് അങ്ങനെയാണ്, ഇതിപ്പോൾ ഇങ്ങനെയാണ് എന്ന് പറയുന്നതിന് പകരം അവരിപ്പോൾ എന്താണ് നേരിടുന്നത്, അവരെങ്ങനെയാണ് ഇതിനെ കാണുന്നത്, അത് നോക്കി കാണുന്നില്ല. അതുകൊണ്ടാണ് ഈ അമ്മയെ ഇങ്ങനെ കൊന്നിട്ട് അതെനിക്ക് ജന്മം നൽകിയതിനുള്ള ഒരു ഗിഫ്റ്റാണെന്നൊരു മകൻ പറയുന്നിടത്തേക്ക്
എത്തുന്നതിൻ്റെ ഒരു രസതന്ത്രം എന്തായിരിക്കും? അത് ബേസിക്കലി നമ്മളൊരു അഡോളസെൻ്റ് അല്ലെങ്കിൽ ടീനേജ് എന്ന് പറയുന്നത് ഒരു 10-20 വയസ്സ്, റഫ്ലി പല പല കാറ്റഗറി ഉണ്ട്. അപ്പോൾ ഒരു വയസ്സെന്ന് പറയുന്നത് അതിനെ ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ബേസിക്കലി ഹ്യൂമൺ എന്ന് പറയുന്നത് ഒരു ബ്രെയിൻ ആസ്പെക്റ്റിൽ നോക്കുകയാണെങ്കിൽ ഒരു സോഷ്യൽ ആനിമലാണ്. അപ്പോൾ സോഷ്യൽ ബ്രെയിനാണ് നമുക്ക് ഉള്ളത്. അപ്പോൾ നമ്മളൊരു ഡാറ്റ റെൻഡറിങ് പോലെ ഇരിക്കുമ്പോൾ നമ്മൾ ഒരു കൺസെപ്റ്റുകൾ ഉണ്ടാക്കുന്ന, നമ്മളെ സ്വഭാവങ്ങൾ ഉണ്ടാക്കുന്ന, ബേസിക്കലി അതിനെ പേഴ്സണാലിറ്റി എന്നൊക്കെ വിളിക്കും. അതൊക്കെ രൂപപ്പെടുന്ന ഒരു സമയമാണ് ഈ 10-20 എന്ന് പറയുന്ന ഒരു ഇത്. അപ്പോൾ 20 വയസ്സ് ജനറലി നമ്മൾ മെച്യൂരിറ്റി അനുസരിച്ച് കുറച്ച് നേരത്തെ തുടങ്ങാം, കുറച്ച് അങ്ങോട്ടേക്ക് പോകാം. പക്ഷെ ഒരു ജനറലി പറയുകയാണെങ്കിൽ 10 to 18 അതാണ് പൊതുവെ പറയുക. പക്ഷേ അപ്പോൾ ആ സമയത്തുള്ള ഒരു പിള്ളേരുടെ ഒരു ബേസിക് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അനുകരിക്കാൻ ശ്രമിക്കും. അല്ലെങ്കിൽ അതിനെ ആൺപിള്ളേരാണെങ്കിൽ മാച്ചോ എന്ന് പറയുന്ന, ഇപ്പം മോഹൻലാൽ മുണ്ടുകൊടുക്കുന്നു, അപ്പോൾ ആ ഒരു സാധനത്തിനെ അനുകരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് എന്തും ആവാം. അപ്പോൾ അനുകരണം നമുക്ക് വീട്ടിൽ നിന്നല്ല കിട്ടുന്നതെങ്കിൽ അവർ സ്വാഭാവികമായിട്ട് പുറമേ തേടി പോകും. അവിടെ നിന്നായിരിക്കും അനുകരണങ്ങൾ, നല്ല അനുകരണങ്ങൾ കിട്ടാം, നമ്മൾ കാണുന്നില്ല. നമ്മൾ ചീത്തയായിട്ടുള്ള അനുകരണങ്ങളാണ് കാണുന്നത്. അപ്പോൾ കുട്ടികൾ മിക്കവാറും, ഇപ്പോൾ ഞാൻ മുന്നേ ഒരു കേസ് കേട്ടിരുന്നു, ട്രിവാൻഡ്രത്ത് വെച്ച് ഒരു കുട്ടി കൊന്നു കഴിഞ്ഞിട്ട് ഇടിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു KGF ഡയലോഗായിരുന്നു തോന്നുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അത് ബേസിക്കലി അവരുടെ ആ ഒരു ടെൻഡൻസിയാണ് അത് അനുകരിക്കുക എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു അടുത്ത വശമുണ്ട്. ഇപ്പോൾ നമ്മളൊരു കുറേ ആക്ട്രസ് വന്നിട്ട് ഇപ്പം ഞങ്ങൾ ഡിപ്രഷനിലായിരുന്നു, ട്രീറ്റ്മെൻറ്റ് എടുത്തു, അല്ലെങ്കിൽ ഫഹദ് ഫാസിൽ പറയാണ്. അപ്പോൾ ഫഹദ് ഫാസിൽ വന്ന് പറയുന്നു എനിക്ക് ADHD ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല പറയുമ്പോൾ, അത് പിള്ളേർ കുട്ടികളായാലും പലരും ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് എനിക്കും ഉണ്ടോ എന്ന് ചോദിച്ചു വരുന്നുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും അതിൻ്റെ മറുവശവും നടക്കുന്നുണ്ട്. അതായത് ഈ നല്ല ആസ്പെക്ട് നടക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മറ്റേ ആസ്പെക്ട് നടക്കുന്നുണ്ട്. അവരെ പോലെ അനുകരിക്കാൻ നോക്കുന്നുണ്ട്. ഈ ലഹരി ഉപയോഗങ്ങൾ ഈ പറയുമ്പോൾ അതിനെ ചില നടന്മാർ പേരെടുത്ത് തന്നെ പറയാം അവർ ഇതിന് അഡിക്റ്റ് ആണെന്നുള്ളത് അവർ തന്നെ പലപ്പോഴും സമ്മതിക്കുന്ന ഒരു നടൻ തുണി അയച്ചിട്ടാണ് കാണിക്കുന്നത്. അതെ അത് പറയുന്ന രീതി, അത് പറയുന്ന നമുക്കതിനെ ചിലപ്പം കുറേ കാലമായിട്ട് അതിൻ്റെ ഒരു ഡെപ്തോ ആ പറയുന്നതിൻ്റെ ഒരു ഡ്യുവൽ മീനിങ്ങോ അയാൾക്ക് എന്ത് മോശമുണ്ട് എന്നൊക്കെ അറിയായിരിക്കും. പക്ഷെ കുട്ടികൾ നോക്കുമ്പോൾ ഓക്കെ ഹീസ് എ സെലിബ്രിറ്റി, അല്ല അപ്പോൾ ഒരു കുഴപ്പമില്ല. ഇപ്പം പറയുകയാണെങ്കിൽ ഒരു 16-17 വയസ്സുള്ള പിള്ളേർ, ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ വിട്ടുപോയതാണ്, ലഹരി ഉപയോഗം അതാണ് അടുത്തൊരു കേസ് വളരെ കൂടുതലായിട്ട് വരുന്ന ഇപ്പോൾ കൂടുതൽ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഡിസൈനർ ഡ്രഗ്സ്, മെയിൻലി MDMA അങ്ങനത്തെ സാധനങ്ങൾ, LSD, അതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡിൽ കാണുന്നത്. ഈ ഒരു ഭാഗത്താണെന്ന് എനിക്ക് തോന്നുന്നത്. ഞാനിതിന് മുമ്പ് ട്രിവാൻഡ്രത്ത് ഉണ്ടായിരുന്നു, ഇത്രയും ഉണ്ടായിരുന്നില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു കുറച്ചുകൂടെ കൂടുതലായിട്ട് തോന്നുന്നുണ്ട്. മെയിനായിട്ട് MDMA യൂസ്, അതുപോലത്തെ സാധനങ്ങൾ. അപ്പോൾ അതും ഈ പറഞ്ഞ പോലെ തന്നെ ഒന്ന് അവൈലബിലിറ്റി, അതിൻ്റെ അവൈലബിലിറ്റി നേരത്തെ കൂടിയിട്ടുണ്ട്. അപ്പോൾ അത് കിട്ടാനുള്ള, പണ്ട് എനിക്ക് തോന്നുന്നു സിനിമാക്കാർ ഉപയോഗിക്കുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞ് നമ്മൾ കഞ്ചാവിനെയൊക്കെ അറിഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ ആരും ഉപയോഗിക്കാത്തതെന്ന് സിനിമ എത്രമാത്രം നമ്മുടെ കുട്ടികളെ സ്വാധീനിക്കും? ഞാൻ പറഞ്ഞില്ലേ, ചെറിയ വാവയെ ഇങ്ങനെ പ്രസവിച്ചുള്ള വാവയെ അറുത്ത് കളയുന്ന രംഗങ്ങളൊക്കെയാണ് മനുഷ്യർ കാണുന്നത്. പിന്നെ തല ചെതറിപ്പോവാണ് ഒരു സിനിമയിൽ. അത് കണ്ണൂർ രാഷ്ട്രീയത്തിൽ പോകുമ്പോൾ പറഞ്ഞിട്ട് തല ചെതറിപ്പോയിട്ടുണ്ട്. ഇത് നമ്മൾ നേരിട്ട് ഈ സിനിമയിലും അങ്ങനെ സംഭവിക്കുകയാണ്. എങ്ങനെയാണ് സിനിമ എത്രമാത്രം സ്വാധീനിക്കും? നമുക്കറിയാം, നമ്മുടെ കാലം തൊട്ട് തന്നെ വിഷ്വൽ എന്ന് പറയുന്നത് നമ്മളെ സ്വാധീനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു സംഗതിയാണ്. വിഷ്വലായിട്ട് കാണുക, അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് സിനിമ. സിനിമ എൻ്റെ ഒരു അനുഭവത്തിൽ നമ്മുടെ മക്കൾ ഓരോ സിനിമയിലുള്ള പാട്ടുകൾ, ആ പാട്ടുകളിലൊക്കെയുള്ള വരികൾ, ഇതൊക്കെ പോലും ഏറ്റെടുക്കുന്ന ഒരു തലമുറയാണിത്. ഇപ്പോൾ ആവേശം പോലെയുള്ള സിനിമകൾ നമുക്കറിയാം. പിന്നെ ലഹരിയുടെ അങ്ങേയറ്റം കാണിക്കുന്ന ഒരു സിനിമയാണ് ഒരു പാരൻ്റ് എന്ന നിലയ്ക്ക് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ ഒരു സിനിമയിലുള്ള നായകന്, രംഗണ്ണന്, അങ്ങനെയുള്ള സംഗതികളൊക്കെ നമ്മുടെ കുട്ടികളെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട്. അവർ പറയുന്നത് പോലെയുള്ള ഡയലോഗുകൾ പറയാം, അവർ ചെയ്യുന്നത് പോലെ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞതുപോലെ എൻ്റെ ചെറിയ മോള് വരെ പറയും അമ്പാനെ ശ്രദ്ധിക്കേണ്ടെന്നൊക്കെ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഡയലോഗുകൾ, ഇങ്ങനെയൊക്കെയുള്ള അവർ ചെയ്യുന്ന ഗെസ്റ്റേഴ്സ്, ഇതൊക്കെ അനുകരിക്കാനുള്ള പ്രവണത നമ്മുടെ പുതിയ തലമുറയിലുള്ള കുട്ടികൾക്ക് വളരെ കൂടുതലാണ്, പഴയതിനേക്കാളും കൂടുതലാണെന്നാണ് തോന്നുന്നത്. ഈ നമ്മുടെ ഈ നൈറ്റ് ലൈഫ് അതൊരു കൾച്ചറായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു അധ്യാപകൻ, ഒരു പൊതുപ്രവർത്തകൻ, സിനിമാ ലോകത്ത് പിന്നെ നൈറ്റ് ലൈഫ് ഉണ്ടല്ലോ. നമ്മൾ എങ്ങനെയാണ് ഈ നൈറ്റ് ലൈഫിൻ്റെ സ്വാധീനം എങ്ങനെയായിരിക്കും നമ്മുടെ കുട്ടികളെ ബാധിക്കുന്നത്? ഇപ്പോൾ രാത്രി ഏത് സമയത്ത് കുട്ടികളെ നമ്മൾ കാണാം. പണ്ട് രാത്രിയിൽ വീടിറങ്ങുക എന്നൊരു കൾച്ചർ നമുക്കുണ്ടായിരുന്നു. സൂര്യൻ അസ്തമിച്ചാൽ നിങ്ങൾ വീട്ടിലേക്ക് വരണം, പിന്നെ നിങ്ങൾ ഭക്ഷണം കഴിച്ച് ഉറങ്ങണം. എന്നാൽ ഇന്ന് കുട്ടികൾ പറയുന്നത് നൈറ്റ് ലൈഫ് ആസ്വദിക്കാനുള്ളതാണ്.
രാവും പകല് അങ്ങനെയൊന്നുമില്ല, എല്ലാം ഒന്നുപോലെയാണ് എന്ന് പറയുന്നിടത്തേക്ക് എത്തിയിരിക്കുന്നു. അതിനെങ്ങനെ കാണും? അത് ഇപ്പം നമ്മളുടെ തന്നെ പല വീടുകളിലും ഈ പറയുന്ന 10-22 വയസ്സുള്ള ഒരു കുട്ടി ഉണ്ടെങ്കിൽ അവൻ എണീക്കുന്നത് 11 മണി 12 മണിക്കാണ്. പകൽ ഉറങ്ങാൻ ഒരു ശീലം വന്നു കഴിഞ്ഞു. അവൻ ഉറങ്ങുന്നത് ചിലപ്പോൾ ഈ പറയുന്നത് പോലെ 3 മണിക്കും 4 മണിക്കൊക്കെയാണ്. അത് നമ്മളുടെ ഈ സിനിമയുടെ സ്വാധീനവും അവൻ ഈ പുറമെ രാജ്യങ്ങളിൽ എങ്ങനെയാണെന്നുള്ള അവൻ്റെ പഠനവുമെല്ലാം ഇതിലേക്ക് അവനെ നയിച്ചിട്ടുണ്ട്. ഇത് 2-3 പേർ ചേർന്നിട്ടുള്ള ഒരു യാത്രയായിട്ടോ ഇതായിട്ടോ അതിനൊരു ഈ സാമൂഹ്യമായിട്ട് നാട്ടിലെ എല്ലാവരും അതിനകത്ത് ഉൾപ്പെടുന്നൊന്നും ഉണ്ടാവില്ല. ഇവൻ മാത്രം തീരുമാനിക്കും. ഇവൻ തന്നെ ഇപ്പം ഞാൻ പറയാം, പല ആക്സിഡൻറ്റുകളും വീട്ടുകാർ അറിയാറില്ല. രാത്രിയത്തെ വീട്ടുകാർ പോലും അറിയാതെ വീട്ടിൽ നിന്ന് എല്ലാവരും ഉറങ്ങുമ്പോൾ വാതിൽ പൂട്ടി ബൈക്ക് എടുത്ത് ഇവൻ പുറത്തു പോയി ആക്സിഡൻ്റായി. അതിനുശേഷമാണ് വീട്ടുകാർ അറിയുന്നത്. വീട്ടിനകത്ത് കിടന്ന കക്ഷിയാണ് പോകുന്നത്. അവൻ്റെ സുഹൃത്തുക്കളെ കാണുന്നു, വെറുതെ ഇരിക്കുന്നു, കുറേ സമയം എന്തെങ്കിലും സംസാരിക്കുന്നു, തിരിച്ചു വരുന്നു. ഇതൊരു ആഘോഷമായി എടുക്കുന്നതിൻ്റെ പിന്നിൽ നേരത്തെ മാം പറഞ്ഞതുപോലെ സിനിമകളുടെ സ്വാധീനം വലുതാണ്. മറ്റൊന്ന്, വിദേശങ്ങളിൽ അങ്ങനെയാണ്. ഞാൻ എന്തിന് ഈ നാട്ടിൻപുറത്തെ തന്തവൈവും തള്ളവൈവും എന്നൊക്കെ പറയുന്നതിനകത്ത് ഒതുങ്ങിപ്പോവേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് മക്കളിരിക്കുകയാണ്. ഇതൊക്കെ തിരുത്തപ്പെടണമെങ്കിൽ ഈ പറയുന്ന നാട്ടിൻപുറത്തെ പുതിയ അതിന് സാധ്യമല്ലല്ലോ. എങ്ങനെയാ സാധ്യമല്ല? പൊതുപ്രവർത്തനം എന്ന് പറയുന്നത് ഈ പുതിയ ജനറേഷൻ മടുക്കുന്ന ഒരു സാധനമായി മാറിക്കഴിഞ്ഞു. കാരണം അവരുടെ മുന്നിൽ റോൾ മോഡൽ എന്ന് പറയുന്ന പൊളിറ്റീഷ്യൻസ് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. ഈ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഒരു ഗാംബ്ലിംഗ് ആണ്. അത് നേതാക്കൾ തന്നെ പറയാൻ തുടങ്ങി. ഇപ്പം നമുക്ക് ലാളിത്യമുള്ള നേതാക്കന്മാരെ കാണാനില്ലാത്തൊരു കാലത്തേക്ക് മാറി. ഇതൊരു കച്ചവടമാണ്, ഏൺ ചെയ്യേണ്ടതാണ്. നേതാക്കളുടെ ഡ്രസ്സ്, ഇപ്പോൾ കഴിഞ്ഞ ദിവസം പന്ന്യൻ രവീന്ദ്രൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ വാച്ച് ഇപ്പോഴും ഒരു പഴയ സ്ട്രാപ്പിട്ട വാച്ചാണ്. അദ്ദേഹത്തിൻ്റെ ചെരുപ്പ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇത് തന്നെയാണ് എനിക്ക് വേണ്ടതെന്ന് പറയുന്ന നേതാക്കളുടെ എണ്ണം. ലാളിത്യമാണ് ജീവിതം എന്ന് പറയാൻ, ആഘോഷമാണ് ജീവിതം എന്ന് നേതാക്കൾ പോലും നമ്മളെ പഠിപ്പിക്കുന്ന കാലഘട്ടത്തിൽ സാധിക്കുമോ ഇനി അങ്ങനെ? അതായത് അതിനകത്താണ് ഞാൻ പറഞ്ഞത്, രാഷ്ട്രീയ പാർട്ടിക്കാർ ഇപ്പം അതിലേക്ക് തിരിച്ചു വരാൻ അവരാണ് അതിൻ്റെതായ അജണ്ടകൾക്ക് സെറ്റ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാവില്ലെന്നേ. നിങ്ങൾ ഒരു പുതിയ തലമുറയെ നമ്മൾ പറയാറ്, കീഴ്ത്തൈ വെച്ചിട്ടില്ലെങ്കിൽ പിന്നെ എവിടെയാണ് നമുക്ക് മേലോട്ടേക്ക് പോകാൻ കഴിയുക? സാധിക്കുമോ ഇനിയുള്ള കാലം? അല്ല, സാധിക്കുന്ന രീതിയിലേക്ക് അവരുടെ രാഷ്ട്രീയം സെറ്റ് ചെയ്യണം. ഒരുപക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കട്ടൻ ചായയും പരിപ്പ് വടയും കുടിച്ചുകൊണ്ടൊരു രാഷ്ട്രീയ പ്രവർത്തനത്തിന് രീതിയല്ല ഞാൻ പറയുന്നത്. ഇല്ല, അതിനപ്പുറത്തേക്ക് പുതിയ രീതിയെ പിടിച്ചു നിർത്താൻ പറ്റുന്ന രീതിയിലേക്കുള്ള രാഷ്ട്രീയ വിദ്യാഭ്യാസം കുട്ടികൾക്ക് കൊടുത്തുകൊണ്ട് മാത്രമേ നമുക്ക്, ഞാൻ ഒറ്റൊരു ഉദാഹരണം പറയാം. ഞാൻ എൻ്റെ മകനെയോ എൻ്റെ മകളെയോ പഠിപ്പിച്ച് എല്ലാ വിദ്യാഭ്യാസവും നൽകി അവന് വലിയ ജോലി വാങ്ങിക്കൊടുത്ത് അവർ ജോലിയിൽ സെറ്റിലായപ്പോൾ എന്നെ വിളിച്ച് ചോദിക്കുകയാണ്, അച്ഛൻ സുഹൃത്തുക്കളുടെ കൂടെ താമസിച്ചുകൂടെയെന്ന് ചോദിച്ച് ഈ പറയുന്ന വൃദ്ധസദനത്തിലേക്ക് കൊണ്ടുപോയി ആക്കുന്നിടത്തേക്ക് കുട്ടി മാറിപ്പോകുന്നതിനെ നമുക്ക് എങ്ങനെ തടയാൻ കഴിയുന്നു? അവന് നേരത്തെ പറഞ്ഞതുപോലെ പഴയ കാലഘട്ടത്തിലുണ്ടായ പ്രയാസങ്ങളും അടുത്ത വീട്ടുകാരൻ്റെ പ്രശ്നങ്ങളും ഒക്കെ പഠിപ്പിക്കാനുള്ള രീതിയിലേക്ക് നമ്മൾ വളർന്നിട്ടില്ലെങ്കിൽ സ്വാർത്ഥമായ ചിന്തയിലേക്ക് വരും. കൂടുതൽ സ്വാർത്ഥമായി അതിലൊരു സംശയം. പ്രായോഗികമാണോ? അല്ല, പ്രായോഗികമാവുന്ന പറ്റൂ. അല്ലെങ്കിൽ എന്തായെന്നറിയോ, നിങ്ങളായി നിൽക്കുകയും ഞാനായി നിൽക്കുകയും മാമായി നിൽക്കുകയും ചെയ്യും. ഇവിടെ നേരത്തെ പറഞ്ഞൊരു സോഷ്യൽ ആനിമൽ എന്ന് പറയുന്ന ഒരു രീതി വർക്കൗട്ട് ആവില്ല, സാമൂഹിക ചുറ്റുപാട് വരില്ല. അടുത്ത വീട്ടുകാരൻ ആരാണെന്ന് പോലും അറിയാതെ ജീവിച്ചു പോകുന്ന ഒരു സമൂഹമായി വ്യക്തിഗതമായി ചുരുങ്ങി പോകുന്നിടത്തുനിന്ന് ഇവരെ തിരിച്ചു പിടിച്ചിട്ടില്ലെങ്കിൽ ജനാധിപത്യം പോലും ഉണ്ടാവില്ല. അതാണ് ഞാൻ പറയുന്നത്. അല്ല, എളുപ്പമല്ല. രാഷ്ട്രീയ പാർട്ടിക്കാർ ആ രീതിയിൽ ചിന്തിച്ചാൽ നമുക്കറിയാം, ആ ആദ്മി പാർട്ടി വളരെ പെട്ടെന്ന് വളർന്നു വന്നു. നമുക്കറിയാം, നമ്മൾ ആരെങ്കിലും വിചാരിച്ചിരുന്നോ ഇത്ര പെട്ടെന്ന്? അതിന്റെ രാഷ്ട്രീയവും മറ്റു കാര്യങ്ങളും എന്തോ ആവട്ടെ, പക്ഷെ വളർത്താനും അത്തരം യുവാക്കളെ ആകർഷിക്കപ്പെടുന്ന നേതാക്കന്മാരുണ്ടാവാനൊക്കെ കഴിയും. ആ രീതിയിലുള്ള രാഷ്ട്രീയ വിദ്യാഭ്യാസത്തിലേക്ക് നേതാക്കന്മാരെത്തുകയും അതിനെ താഴോട്ടേക്ക് കൊണ്ടുവരികയും ചെയ്തു തന്നെ കൊണ്ടുപോകാൻ കഴിയും. ഞാനൊക്കെ നിർമ്മയ കോളേജിൽ പഠിക്കുന്ന കാലത്ത് നമുക്കറിയാം, അവിടെ ഈ പറയുന്ന അന്ന് ഈ സിഗരറ്റ് വലിയായിരുന്നു ഏറ്റവും വലിയ ഈ സംഭവം. ഒളിച്ചു നിന്ന് ആ വലിക്കുന്ന 2-3 പേരെ മാത്രം തിരുത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ ഇവിടുന്ന് വലിക്കരുത്, കോളേജിന്റെ പുറത്തുനിന്ന് വലിച്ചു. അവസാനം നമ്മൾ അങ്ങനെ പറയേണ്ടി വന്നു. അവിടെ ഈ അരാഷ്ട്രീയവാദത്തിന്റെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരും ഇല്ലാതെ വരുമ്പോൾ ഇവരുടെ ഒരു ഗ്യാങ്ങായി മാറുകയും ഇവർ തീരുമാനിക്കുന്ന ഗ്യാങ്ങിലേക്ക് പോവുകയും ചെയ്യും. ഇതൊരു സെറ്റപ്പ് ഇല്ലാതെ പോകും. ഇതിനെ തിരുത്താൻ ഞാൻ പറഞ്ഞില്ലേ, ഒരു രക്ഷിതാവ് എന്ന രീതിയിൽ ആ രക്ഷിതാവ് ഈ കുട്ടിയെ ആ പ്രയാസങ്ങളും നാട്ടുകാരുടെ പ്രശ്നങ്ങളും നാട്ടിലെ പ്രശ്നങ്ങളും ഒക്കെ ചെറുപ്പത്തിലെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ല എങ്കിൽ
നമുക്ക് വളരെ നേരത്തെ പറഞ്ഞതുപോലെ നമുക്കറിയാം, ആടുജീവിതം ഇറങ്ങിയപ്പോഴായിരുന്നു എന്ന് തോന്നുന്നു ഏറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എഴുതിയൊരു അനുഭവിക്കാത്തതെല്ലാം ഒരു കെട്ടുകഥകളായി തോന്നും എന്ന് പറഞ്ഞതുപോലെ ഇതൊന്നും മനസ്സിലാവാത്ത ഒരു കുട്ടിക്ക് ഇതൊന്നും അറിയണമെന്നില്ല. ഇന്നലെ വരെ അച്ഛൻ എങ്ങനെയാണ്, അതൊന്നും അവനെ ബാധിക്കുന്ന പ്രശ്നങ്ങളല്ല. പക്ഷേ ഇത്രയും കാലങ്ങളിൽ അനുഭവിച്ച പ്രശ്നങ്ങളിലൂടെ നിനക്കും നാളെയും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവും എന്ന് മനസ്സിലാക്കാനുള്ള പഠനം ഉണ്ടാകുമ്പോൾ അവൻ കുറേയും കൂടി മാനുഷികമായി ചിന്തിക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. തിരിച്ചു വരാം ഡോക്ടർ. എൻ്റെ ചോദ്യം ഇത് തന്നെയാണ്. ഈ കുട്ടികളെല്ലാം പറയും നമുക്ക് ആഘോഷിക്കണം, അതിനാണ് ഈ പണി മുഴുവൻ എടുക്കുന്നത്. ഏത് ഈ ലഹരി ഉപയോഗിക്കുന്നതും ഈ നൈറ്റ് ലൈഫും ഇത്തരം കാര്യങ്ങളൊക്കെ കൊണ്ട് നടക്കുന്ന ജീവിതം ആഘോഷിക്കാനുള്ളതാണ്. ആഘോഷം അല്ലെങ്കിൽ സന്തോഷം, ഇന്നത്തെ ജനറേഷൻ്റെ ആ സന്തോഷത്തിൻ്റെയും ആഘോഷത്തിൻ്റെയും നിർവചനം എങ്ങനെ പഠിക്കുന്നു അവരിൽ നിന്ന് താങ്കൾ? അതാണ് നമ്മൾ ഈ ആഘോഷം അല്ലെങ്കിൽ ലഹരി ഉപയോഗം എല്ലാം പറയുമ്പോൾ നമ്മൾ പൊതുവെ പാടില്ല എന്ന് പറയുമ്പോൾ പാടാൻ കൂടുതൽ തോന്നും എന്ന് പറയുന്ന പോലെ നമ്മൾ പഠിപ്പിക്കുന്നില്ല ആക്ച്വലി എന്താണ്. ഇപ്പോൾ മൊബൈലിൻ്റെ കാര്യം പറയാം, എങ്ങനെ ഉപയോഗിക്കണമെന്ന് പഠിപ്പിച്ചു കൊടുത്താൽ വലിയ കുഴപ്പമുണ്ടാവില്ല. മനസ്സിലായില്ലേ? മദ്യം ഉപയോഗിക്കരുതെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എല്ലായിടത്തും ഉണ്ട്, അവൈലബിളുമാണ്. എന്നിട്ട് ഉപയോഗിക്കരുതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പറയുന്ന ആൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നമ്മൾ ആക്ച്വലി എങ്ങനെ ഉപയോഗിക്കണം, എന്താണ് ഹാപ്പിനെസ്, എങ്ങനെ ആഘോഷിക്കണം എന്ന് പിള്ളേർക്ക് കാണിച്ചു കൊടുക്കണം, കൂടെ നിന്ന് കാണിച്ചു കൊടുക്കണം. മനസ്സിലായി? അതൊരു പാരൻ്റ് എന്ന് പറയുന്ന ആൾ പിന്നെ അവരെ വിട്ടിട്ട് നീ ആഘോഷിച്ചോ എന്ന് പറയുമ്പോൾ അവരുടെ വേയിൽ ആഘോഷിക്കും. പക്ഷേ നമ്മൾ ഒരുമിച്ചിരുന്ന് ആഘോഷിക്കുകയാണ്, അപ്പോൾ അവർക്ക് അവരുടെ തലയിൽ കയറുന്ന ആഘോഷം എന്ന് പറയുന്നത് ഇതാണ്. ഇല്ലെങ്കിൽ അവർ അനുകരിക്കാൻ നോക്കും. ഈ പറഞ്ഞ പോലെ പുറത്തുള്ള ആഘോഷങ്ങൾ, അത് മദ്യത്തിലൂടെ ആവാം, ലഹരി ഉപയോഗങ്ങളിലൂടെ ആകാം. അപ്പം ബേസിക്കലി നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ നമ്മുടെ ആഘോഷങ്ങളും നമ്മുടെ സന്തോഷങ്ങളും കാണിച്ചു കൊടുത്ത് ആ സന്തോഷത്തിലാണ് വളരുന്നതെങ്കിൽ, ആ സന്തോഷം അവിടെ നിന്നാണ് കിട്ടുന്നതെങ്കിൽ പുറത്തൊരു സന്തോഷം തേടി പോകേണ്ട ആവശ്യം പൊതുവിൽ പിള്ളേർ കാണിക്കാറില്ല. പക്ഷെ അവിടെ നിന്ന് കാണിക്കുന്നതിന് പകരം അവിടെ അതിനെ ഒരു നെഗറ്റീവായിട്ടോ, അതായത് മൊബൈൽ ഉപയോഗിക്കുന്നത് കുഴപ്പമാണെന്ന് പറയും, പക്ഷേ അച്ഛനും അമ്മയും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ പിള്ളേർ സ്വാഭാവികമായിട്ട് ഉപയോഗിക്കരുതെന്ന് പറഞ്ഞിട്ട് ഉപയോഗിക്കാം എന്നുള്ളതല്ലേ മനസ്സിലാവുള്ളൂ. അപ്പോൾ അത് പറഞ്ഞതുപോലെ ലഹരി മൊബൈലാണോ മൊത്തം പ്രശ്നങ്ങളുടെയും കാരണം? ഒന്നുമല്ല, കാലഘട്ടത്തിൻ്റെ അനുസരിച്ചുള്ള മാറ്റമാണ്. ഇപ്പം പണ്ട് പ്ലേ ഗ്രൗണ്ട് ഉണ്ടായിരുന്നു തൊട്ട് വീടിനടുത്ത്, അവിടെ പോയിരുന്നു കഴിഞ്ഞാൽ കുറേ പേരെ കാണും, അവിടെ സോഷ്യലൈസ് ചെയ്യും. ഇപ്പോൾ കുറച്ചുകൂടി എളുപ്പമായിട്ട് പിള്ളേർ ചെയ്യുന്നു, കയ്യിൽ ഗാഡ്ജറ്റാണുള്ളത്, സോഷ്യലൈസ് ചെയ്യുക എന്നുള്ളതാണ് പിള്ളേരുടെ ഉദ്ദേശം. പക്ഷേ ഫേസ്ലെസ് ആണ് ഇവിടെ, ഒരു വൺ സൈഡഡ് ആണ്, ക്രിറ്റിസിസം കുറവാണ്, കുറച്ചുകൂടെ ചോദിക്കില്ല. സോഷ്യൽ മീഡിയ ജനറലി എല്ലാവരും നമ്മൾ ഒരു സങ്കട വാർത്ത അവിടെ ഇടുന്നതിനും കൂടുതൽ സന്തോഷമായിരിക്കുമല്ലോ ഇടുന്നത്. അപ്പോൾ അവർ വിചാരിക്കും ഹീസ് ഹാപ്പി, അപ്പോൾ അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്, അപ്പോൾ ആ ചെയ്യുന്ന കാര്യമായിരിക്കും അവിടെ ഇട്ടിരിക്കുന്നത്, അത് അവൻ്റെ ലൈഫിൻ്റെ ഒരു സെക്കൻഡ് ആയിരിക്കും, ബാക്കിയുള്ള കാര്യങ്ങൾ കാണുന്നില്ല. സോ ഹീസ് ഹാപ്പി, അപ്പോൾ അവൻ അനുകരിക്കാൻ ശ്രമിക്കും. ഈ ലഹരിയുടെ ആയുസ്, സന്തോഷത്തിൻ്റെ ആയുസ്, ഇപ്പം കുട്ടികളൊക്കെ ഈ ലഹരി, ഇപ്പം പറഞ്ഞ ഏറ്റവും കൂടുതൽ ലഹരി വരുന്ന ഒരു സ്ഥലമായി മലബാർ മാറിയിരിക്കുന്നു, അല്ലെങ്കിൽ കേരളം മാറിയിരിക്കുന്നു. കേരളത്തിൽ ലഹരിയുടെ ഹബ്ബായി മാറുകയാണ്. ലഹരി നൽകുന്ന സന്തോഷത്തിൻ്റെ ആയുസ് എങ്ങനെയാണ്? അതാണ് ലഹരി. ബേസിക്കലി നമ്മുടെ പിള്ളേർ ലഹരി എന്ന് പറയുന്ന ഒരു സാധനം അത് ഉപയോഗിക്കുന്നതിൻ്റെ ഒന്നാമത്തെ മെയിൻ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ ആ ഏജ് എന്ന് പറയുന്നത് ബേസിക്കലി എന്തും ട്രൈ ചെയ്യുക എന്നുള്ള ഒരു പ്രായമാണ്. അപ്പോൾ ക്യൂരിയോസിറ്റിയാണ് ബേസിക്കലി ആദ്യത്തെ. സുഖമോ ടെൻഷനോ ഒന്നും ആകണമെന്നില്ല മിക്കവാറും കേസിൽ. ആകാംക്ഷ, പിന്നെ ആ ഗ്രൂപ്പ്, ഒരു കൂൾ ഗ്രൂപ്പ്, അല്ലെങ്കിൽ എന്താ പറയുക, ബാക്കിയുള്ളത് പഠിത്ത ഗ്രൂപ്പ്, അങ്ങനെയുള്ള ഒരു സാധനത്തിൽ അതിൽ നോക്കുമ്പോൾ അവർക്ക് കുറച്ചുകൂടെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പ്, കുറച്ച് കൂടെ ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പ്, ഇതിൽ നിന്നാണ് പൊതുവിൽ കുട്ടികൾ ഈ ഉപയോഗം തുടങ്ങുന്നത്. ഇതൊരു കുഴപ്പമില്ലാത്ത സാധനമാണ് എന്നൊരു തോന്നൽ നന്നായിട്ടുണ്ട്. അത് മെയിനായിട്ട് അത് കൂടുതലും അവർ അതിൻ്റെ ഒരു കാരണം സിനിമകളിൽ നിന്നുള്ള ഡയലോഗുകൾ തന്നെയാണ് കൂടുതലും പറയാറ്. എൻ്റെ അടുത്ത് ഒരു കുട്ടി ഇപ്പോൾ ഈ റീസെൻ്റ്ലി വന്നപ്പോൾ കഞ്ചാവ് എന്താ ഓർഗാനിക് അല്ലേ, ഇലയല്ലേ, അതാണ് ആദ്യത്തെ അവൻ്റെ ഒരു. അപ്പോൾ ഞാൻ ചോദിച്ചു ഇത് എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ ആ സിനിമയിലെ ഡയലോഗാണ്. അപ്പം അതുപോലെ അത് ആക്ച്വലി എന്താ ഇത്രയേ ഉള്ളൂ കാര്യം. ഒരു ആള് അവർ ചെയ്യുന്ന കാര്യം ന്യായീകരിക്കാൻ വേണ്ടി ഒരു കാരണം കണ്ടെത്തും. ഈ ലഹരിയുടെ ഉപയോഗമുള്ള ചെറുപ്പക്കാരുടെ ആയുസ്, അവരുടെ മാനസിക നിലവാരമൊക്കെ കുഴപ്പത്തിലാകാൻ എത്ര ടൈം കുഴപ്പത്തിലാവുന്നുള്ള ഉറപ്പാണല്ലോ. എപ്പോ, എങ്ങനെ, എപ്പോഴേക്കും, അതായത് ഏത് സമയത്തും അത് സംഭവിക്കാം. പക്ഷേ ദുരന്തങ്ങളാണ് അവർ. അതാണ് വളരെ പച്ചയായിട്ട് തന്നെ പറയുക. കാരണം ഇത് കേൾക്കുന്ന കുട്ടികൾക്ക് അതിന്റെ ദുരന്തം ഇതാണ്. നിങ്ങൾ ഈ ചെറിയ സുഖങ്ങൾക്ക് പുറകെ പോകുമ്പോൾ നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നത് ഇതാണ് എന്ന് പറഞ്ഞാൽ, ഒരു സൂപ്പർ സ്റ്റാർ, ലോകം അറിയപ്പെടുന്ന ഒരു നടനാണ് തുണി അഴിച്ചിട്ട് അവന്റെ നഗ്നത കാണിക്കുക.
അപ്പോൾ അത്തരത്തിലൊരു മനുഷ്യൻ എവിടത്തേക്ക് എത്തും എന്ന് വളരെ പച്ചയായിട്ട് സാർ പറയണം പ്ലീസ്. അതായത് ഇതിൻ്റെ ഉപയോഗം മെയിനായിട്ട് നമ്മളൊരു ലോങ് ടേം ആയിട്ട് ഒരു കുഴപ്പം എന്ന് പറയാം, ശാരീരികമായിട്ടുള്ള വേറെയുള്ള ബുദ്ധിമുട്ടുകൾ മാറ്റി നിർത്തിക്കാം. അത് ശാരീരിക ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്? അതായത് അത് ഓരോ സാധനങ്ങളുടെ അനുസരിച്ചിട്ട്, അതായത് ഇപ്പം സ്വാഭാവികമായിട്ട് സിഗരറ്റ് പോലത്തെ ഒരു സാധനമാകുമ്പോൾ ശ്വാസകോശ സംബന്ധമായിട്ടുള്ളതും ഹാർട്ട് അറ്റാക്ക് സംബന്ധമുള്ള അതാണ് സാധനങ്ങൾ. അത് കുറച്ചുകൂടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൂടുതലും ബ്രെയിനിനെയാണ് ഡയറക്ട്ലി ആണ് ബാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രായത്തിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പേഴ്സണാലിറ്റി എന്ന് പറയുന്ന ഒരു സാധനം ഡെവലപ്പ് ചെയ്യുന്ന ഒരു പ്രായമാണ്. അപ്പോൾ എന്താണ് പറയുക, ഉപയോഗിച്ച് കഴിയുമ്പോൾ ആള് തന്നെ ക്യാരക്ടർ തന്നെ മാറാം. അതായത് ഇപ്പം നമ്മൾ പറയുന്ന ഒരു മുന്നേ നന്നായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന, വളരെ പ്രസൻറ്റ്ഫുൾ ആയിരുന്ന, എല്ലാവരെയും ഒരു സോഷ്യലൈസ് ചെയ്തിരുന്ന ഒരു വ്യക്തി, അവൻ്റെ ക്യാരക്ടർ നേരെ മാറി അവൻ ഇതിൽ സുഖം കിട്ടിയല്ലോ, എന്തിനാണ് ഒരു സോഷ്യലൈസേഷൻ്റെ ആവശ്യമില്ല, അവൻ കുറച്ചും കൂടെ ഒതുങ്ങിക്കൂടുന്ന, കുറച്ചും കൂടെ നമ്മുടെ ഇൻട്രോവേർട്ട് എന്നൊക്കെ പറയുന്ന പോലെ, അതായത് അവൻ്റെ ക്യാരക്ടറെ മാറിപ്പോകുന്ന ഒരു അവസ്ഥ. ഇത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ ഒരു ഏജിൽ നടക്കുമ്പോൾ അതൊരു പെർമനൻ്റ് ആയിട്ടുള്ള ചേഞ്ചാണ്. ബിക്കോസ് വേറൊരു രീതിയിൽ അവൻ ഡെവലപ്പ് ചെയ്ത് പോകേണ്ടിയിരുന്നതാണ്. അവൻ്റെ ബ്രെയിനിന് ഈ ഒരു സാധനങ്ങൾ കാരണം ഉണ്ടാകുന്ന ക്യാരക്ടർ ചേഞ്ച് അവസാനം കൂടുതൽ നമ്മൾ കേൾക്കുന്ന രാസലൈനാണ് ഏറ്റവും കൂടുതൽ പിടിക്കപ്പെടുന്നതും ഏറ്റവും കൂടുതൽ ആൾ ഉപയോഗിക്കുന്നതും. സ്മെല്ലൊന്നുമില്ല, അവനിങ്ങനെ മാത്രമല്ല 24 hours ലൈവ് ആയിരിക്കും. അവരെന്ത് സംഭവിക്കും? അതാണ് ഈ മെയിനായിട്ട് MDMA പോലത്തെ ഒരു സാധനം ആദ്യം തന്നെ അത് ഉറക്കം കെടുത്തും. അത് ഉപയോഗിക്കുന്ന സമയങ്ങളിലോ മാറും ഉറക്കം. അപ്പോൾ അത് മിക്കവാറും ഇനീഷ്യലി എങ്ങനെയാണ് ഉണ്ടാവുക എന്ന് വെച്ചാൽ, ഉപയോഗിക്കുമ്പോൾ ഉറങ്ങില്ല, നിർത്തി കഴിയുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഉറങ്ങുക, അങ്ങനെ ഒരു പാറ്റേണിലേക്കായിരിക്കും വരുന്നത്. അപ്പോൾ ഇത് കാരണം വരുന്ന ചേഞ്ചുകൾ ലൈക്ക് മറവി, ഓർമ്മിക്കാനുള്ള ബുദ്ധിമുട്ട്, പിന്നെ ആൾക്കാരുമായിട്ട് സമ്പർക്കം ഇല്ലാത്തത് കാരണം മിക്കവാറും ഒരു സൈക്കാട്രിക് ഡിസോർഡർ, സൈക്കോസിസ് പോലത്തെ രോഗിയായിട്ട് മാറാനുള്ള സാധ്യതകൾ നല്ലവണ്ണം ഉള്ള സാധനങ്ങളാണ് ഈ പുതിയ. എന്തും ചെയ്യാൻ പറ്റും. അതാണ് ബേസിക്കലി അതിന് പറയാം, നമ്മളെ റിയാലിറ്റി ആയിട്ട് ബന്ധം ഉണ്ടാവില്ല അവരുടെ സ്വഭാവം. അപ്പോൾ അവർ ചെയ്യുന്ന കാര്യങ്ങൾക്ക് അവരുടേതായ കാരണങ്ങളും ന്യായങ്ങളുണ്ടാവും. പ്രസവിച്ച അമ്മയെ കൊല്ലുന്നതിന് അവൻ പറഞ്ഞ ന്യായം പോലെ. എങ്ങനെയാണ് അഫീദ, എന്തൊക്കെ ആശങ്കകളാണ് ഈ മക്കള് ഇനി വളർത്തുകയാണല്ലോ? എത്ര വയസ്സുണ്ട് മക്കൾക്കെല്ലാം? മൂത്ത മകന് 10 വയസ്സാണ്. വരികയാണ് അവരുടെ വളർച്ചയുടെ കാലഘട്ടത്തിലേക്ക്. രണ്ടാമത്തെ ആള് 3ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്, 8 വയസ്സ്. മൂന്നാമത്തെ ആള് ചെറിയ മോളാണ്. എന്താണ് നിങ്ങൾ ഒരു അമ്മ എന്ന നിലക്ക് നിങ്ങളുടെ ആശങ്ക എന്താണ്? ഇവർ വളർന്നു വരികയാണോ? നമ്മൾ എന്താണ് നിങ്ങൾക്ക് തോന്നുന്ന ആകുലതകൾ? നമുക്കറിയാം, എല്ലാ അമ്മമാരെയും പോലെ തന്നെ നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ലഹരിയുടെ ഉപയോഗം, ലഹരി നോർമലൈസ് ചെയ്യപ്പെട്ട ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ വളർന്നു വരുമ്പോൾ ഇവരെന്തായിത്തീരും? ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ രാവിലെ പുറത്തു പോകുന്ന കുട്ടി എവിടേക്കാണ് പോകുന്നത് എന്നതുപോലും ചിന്തിക്കേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവർ പോകുന്നത് സ്കൂളിലേക്ക് തന്നെയാണോ? അപ്പോൾ ഇങ്ങനെ തുടങ്ങിയിട്ട് ലഹരി, അതുപോലെ തന്നെ ലൈംഗികതയുമായി ബന്ധപ്പെട്ടുള്ള വ്യത്യസ്തങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വികലമായ പല സംഗതികളും. അതെ, അതെ. പിന്നെ പുതിയ പല ആശയങ്ങളുടെയും സ്വാധീനങ്ങൾ, ലിബറൽ ആശയങ്ങൾ വലിയ രീതിയിൽ കുട്ടികളെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ആശയങ്ങൾ തന്നെ ലഹരി ഉപയോഗത്തിനും ഒരു കാരണമായിട്ട് വർത്തിക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഇങ്ങനെയുള്ള ആശയങ്ങളൊക്കെയും ഒരു ആദ്യമായിട്ട് അവിടെ ഇരിക്കുമ്പോൾ തന്നെ ആസ് എ പാരൻറ്റ് പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. അപ്പോൾ ഇവിടെ നേരത്തെ സാറ് പറഞ്ഞതുപോലെ പിന്നെ നമ്മൾ റോൾ മോഡലായി തീരുക എന്നുള്ളതൊരു പ്രധാന വിഷയമാണ്. അഥവാ നമ്മളെ കണ്ടുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾ പഠിക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ മക്കൾ പോകേണ്ടത് അല്ലെങ്കിൽ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ ഇതിൽ നിന്ന് എങ്ങനെ അവരെ മാറ്റിയെടുക്കാൻ നമുക്ക് പറ്റും എന്നുള്ള ചിന്തകളാണ് നമ്മളെ നയിക്കേണ്ടത്. അപ്പോൾ അവിടെ ഞാൻ എങ്ങനെ മാറേണ്ടതുണ്ട് എന്നുള്ളത് ഓരോ പാരൻറ്റും ചിന്തിക്കേണ്ടതുണ്ട്. ഞാൻ വരുന്നത് ചെമ്പാട് എന്ന് പറഞ്ഞൊരു സ്ഥലത്തു നിന്നാണ്. അപ്പോൾ ഇവിടെ പിന്നെ മാഹി, പന്തക്കൽ, മൂലക്കടവ് ഭാഗത്തൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. അതെ. അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് കാണുന്നൊരു കാഴ്ച എന്ന് പറയുന്നത്, സ്വന്തം ഫാമിലിയെ ബൈക്കിലാണെങ്കിൽ ബൈക്കിൽ ഇരുത്തിക്കൊണ്ടായിരിക്കും ഒരു പിതാവ് ആ ഒരു പിന്നെ ബാർ ഷോപ്പിൽ പോയിട്ട് മദ്യം വാങ്ങുന്നത്. അപ്പോൾ ഇതെന്ത് സന്ദേശമാണ് കൊടുക്കുന്നത്? ഈ പിതാവ് തന്നെയായിരിക്കും മക്കളോട് പറയാം, നിങ്ങൾ മദ്യം കഴിക്കരുത് അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കരുത്. അപ്പം ഇതിലൊരു വൈരുദ്ധ്യമുണ്ട്. അപ്പോൾ ഈ വൈരുദ്ധ്യത്തെ നമ്മൾ എങ്ങനെയാണ് മറികടക്കുക? ഈ വൈരുദ്ധ്യത്തെ നമ്മൾ ഇല്ലാതാക്കുക എന്നുള്ളതേ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ മദ്യം പിന്നെ ഉപയോഗിക്കാതിരുന്നാൽ മാത്രമേ നമ്മുടെ മക്കളും അത് ഉപയോഗിക്കാതിരിക്കുള്ളൂ. ഇത് സ്വാഭാവികമായിട്ടും വീട്ടിൽ നിന്ന് കാണുന്നൊരു കുട്ടി തീർച്ചയായിട്ടും ഇത് തെറ്റല്ല എന്നൊരു മാനസികാവസ്ഥയിലേക്ക് മാറും.
അപ്പോൾ ഇങ്ങനെ തുടങ്ങിയിട്ട് നമ്മൾ തന്നെ സ്വയം മാറണം. നമ്മൾ മാറിയാൽ മാത്രമേ നമ്മുടെ മക്കളെയും ഇപ്പോൾ പറഞ്ഞതുപോലെ സോഷ്യലൈസ് ചെയ്യപ്പെടാനും പിന്നെ ഈ പറഞ്ഞ നല്ല ഒരു പിന്നെ വ്യക്തിയാക്കി മാറ്റാനൊക്കെ നമുക്ക് പറ്റുള്ളൂ. നല്ല വ്യക്തിയാക്കുക എന്ന് പറയുന്നത് ഞാൻ പറയുന്നു ഒരു കുടുംബത്തിൻ്റെ മാത്രം ഉത്തരവാദിത്തമല്ല, ഇതൊരു കൂട്ടുത്തരവാദിത്തമാണ്. അഥവാ ഒരു വ്യക്തി നല്ലതാവുക എന്ന് പറയുന്നത് കുടുംബത്തിൻ്റെ പിന്നെ നന്മയാണ്, അതോടൊപ്പം തന്നെ ഒരു സമൂഹത്തിൻ്റെ കൂടി നന്മയാണ്. മൊത്തത്തിൽ ഒരു പൊളിച്ചെഴുത്ത് അതെ, അനിവാര്യമായി ഗവൺമെന്റിന്റെയും ഉത്തരവാദിത്തമാണ്. അപ്പൊ ഇത് ഒരു കൂട്ടുത്തരവാദിത്തമായിട്ട് നമ്മൾ ഏറ്റെടുക്കേണ്ടതുണ്ട് എന്നാണ് അനിവാര്യമായി മാറിയിരിക്കും. ദിവേഷ്, ഇപ്പം ഇവരെല്ലാം പറയുന്ന ഈ ലഹരിയെ നമ്മൾ മാറ്റി നിർത്തുകയാണ്. എളുപ്പമാണോ ഇനിയുള്ള കാലത്ത്? കാരണം മദ്യപിക്കുക സോഷ്യൽ സ്റ്റാറ്റസാണ്, ലഹരി ഉപയോഗിക്കുക സോഷ്യൽ സ്റ്റാറ്റസായി മാറുന്നു. ലഹരി ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല എന്ന് കണ്ടെത്തുന്ന പുതിയ കാലം. അങ്ങനെയുള്ള അറിവുകൾ നൽകുന്ന നമ്മളുടെ കയ്യിലുള്ള സോഷ്യൽ മീഡിയ എളുപ്പമാണോ? താങ്കൾ പറഞ്ഞു രാഷ്ട്രീയ പാർട്ടികളുടെ ഇടപെടൽ, അതും എളുപ്പമാണ്. ഞാൻ ഈ ചോദ്യവും ആവർത്തിക്കുകയാണ്. അല്ല, അത്ര എളുപ്പമൊന്നുമല്ല. നമ്മളത് അറിയാലോ, പണ്ട് കാലത്ത് നിങ്ങളുടെയൊക്കെ ജ്യേഷ്ഠൻ്റെയോ അല്ലെങ്കിൽ വീട്ടിലൊക്കെ ഒരു കല്യാണം നടക്കുമ്പോൾ ആ നാട്ടുകാരായിരുന്നു ഭക്ഷണം വിളമ്പിക്കുന്നത്. ഇന്നതില്ല. കാറ്ററിംഗ് മാത്രമല്ല, കൊടുക്കണമെങ്കിൽ 5 കുപ്പിയുടെ കാശ് വേണ്ട, കാറ്ററിംഗിന്റെ ആളെ ഏൽപ്പിച്ചാൽ മതി എന്ന് ആ വീട്ടുകാരൻ തീരുമാനിക്കുന്നിടത്തേക്ക് എത്തിയിരിക്കുകയാണ്. അത് ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ വളരെ എളുപ്പമല്ല എന്ന് പറയാൻ കാരണം രാഷ്ട്രീയ തീരുമാനമായി ഇപ്പൊ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ നിൽക്കില്ല. മാം പറഞ്ഞതുപോലെ സമൂഹത്തിന്റെ ഇപ്പൊ ഒരാള് ഇപ്പോ അവിടെ ഇന്ന് വെട്ടിക്കൊന്നു എന്ന് പറയുമ്പോൾ ആ നാട്ടിന്റെ പ്രശ്നമായി അത് മാറുകയാണ്. ഇപ്പോ ഈ വെട്ടിക്കൊല്ലുന്നത് ഇപ്പൊ ഞാൻ ഈ കഞ്ചാവിനോ അല്ലെങ്കിൽ ഈ പറയുന്ന ഇതിനോ അടിമയായിട്ട് ഞാൻ എന്റെ നാട്ടിൽ നിൽക്കുമ്പോൾ ഞാൻ ആരെ വെട്ടിക്കൊന്നുകൂടാ? ആരെയും വെട്ടിക്കൊല്ല. ഞാൻ അവിടെ ഒരു ആരെയും കൊല്ലാൻ. അപ്പോ ആ പ്രശ്നം പരിഹരിക്കപ്പെടണമെങ്കിൽ ഇപ്പൊ പോലീസിന് എല്ലാരെയും ഓരോരുത്തർക്കും ഓരോ പോലീസിനെ കൊടുക്കാൻ പറ്റും, നടക്കാവുന്ന കാര്യമല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാ രാഷ്ട്രീയ പാർട്ടിയും പ്രധാനപ്പെട്ട അജണ്ടയാക്കി ഇതെടുക്കാത്ത കാലത്തോളം ഇത് മാറില്ല. സിനിമയുടെ കാര്യം പറഞ്ഞു നമുക്ക് ഞാൻ പറയുന്നു. എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യത്തെ ടെക്സ്റ്റ് ബുക്ക് കമ്മിറ്റിയിൽ കൂടി ഞാനുള്ളത് കൊണ്ട് 5 മുതൽ 10 വരെ സിനിമ പഠിപ്പിക്കാൻ തീരുമാനിച്ചു. സിനിമ എങ്ങനെ നിർമ്മിക്കുന്നു, എങ്ങനെയാണ് സിനിമയുടെ കാര്യം, അത് ടെക്സ്റ്റ് ബുക്ക് ആവുകയാണ്. അത് ഇപ്പൊ 10ാം ക്ലാസ്സിന്റെ ടെക്സ്റ്റ് ബുക്ക് ഞാൻ കൊടുത്തിട്ടാണ് വരുന്നത്. അപ്പോ അതിനർത്ഥം സിനിമ ഒരു തട്ടിപ്പിന്റെ കലയാണെന്ന് പലർക്കും അറിയില്ല. ഈ ഫ്രെയിം ടു ഫ്രെയിം തട്ടിപ്പ്. അതുകൊണ്ടാണല്ലോ പലപ്പോഴും കാലും കൈയും മുറിഞ്ഞ നായകൻ അടുത്ത പടത്തിൽ അതിനേക്കാൾ ശക്തിവാനായിട്ട് വരുന്നത്. ഇത് അതിനകത്ത് ഒരു ആക്ടിംഗ് ആണെന്ന് വിചാരിക്കുന്നില്ല. പലപ്പോഴും അത് യാഥാർത്ഥ്യമാണെന്ന് വിദ്യാഭ്യാസമുള്ളവർ പോലും ചിന്തിച്ചു പോവാൻ. അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ആരാധന വരുന്നത് അതുകൊണ്ടാണ്. ഇത് അയാളുടെ ജോലിയാണെന്നും അയാൾ സംവിധായകൻ പറയുന്നത് പോലെ മുഖം തിരിക്കുകയാണെന്നും മുഖം അങ്ങോട്ടേക്ക് നോക്കുകയാണെന്നുള്ള ധാരണയിലേക്കേ എത്താത്തത് കൊണ്ടാണ്. അത് പൊതുജനത്തിന് മാത്രമല്ല. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല, കിംകി ഡൂക്കിന്റെ ഒരു പടം IFFKയിൽ വന്നപ്പോൾ സിനിമാ വിദ്യാർത്ഥികൾ ആ പടം കണ്ടിട്ട് തലകറങ്ങി വീണു. പറഞ്ഞ വിശ്വസിക്കൂ, യാഥാർത്ഥ്യമാണെന്ന് വീഴുകയാണ്. അപ്പോൾ സാധാരണ മക്കൾ വിചാരിക്കുന്നത് പോലീസിന്റെ മേല് തന്നെയാണ് മോഹൻലാൽ ചവിട്ടി പിടിച്ചിരിക്കുന്നത്. അത് ഒരു യഥാർത്ഥ സംഭവമാണെന്ന് വിചാരിക്കുകയാണ്. ഇത് മേക്കപ്പ് ഇട്ടിട്ട് ആക്ഷൻ എന്ന് പറയുമ്പോൾ കാല് പൊന്തിക്കുന്നതല്ല എന്നൊരു തോന്നലിലേക്ക് എത്തുമെന്നുകൊണ്ടാണല്ലോ നമുക്ക് ആരാധന വരുന്നത്. അതില്ലെങ്കിൽ നമുക്ക് ആരാധനയില്ല. ഒരു പ്രേക്ഷകൻ എങ്ങനെ മാറണം എന്ന് പറയുമ്പോൾ അതെ, പ്രേക്ഷകൻ മാറേണ്ടത്, പ്രേക്ഷകൻ അതൊരു പുസ്തകം വായിക്കുന്നത് പോലെ ആ സമയത്ത് അത് എൻ്റെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഭാഗത്തിന്റെ യാഥാർത്ഥ്യത്തോട് എടുത്തു നിൽക്കുന്ന ഒരു കഥയാണ് എന്ന് മനസ്സിലാക്കാത്ത കാലത്തോളം അത് ഈ പറയുന്ന എല്ലാ പ്രശ്നങ്ങളിലേക്കും അവൻ പോയി വീഴും. അത് ഞാൻ പറഞ്ഞല്ലോ, അതുകൊണ്ടാണല്ലോ ആരാധന വരുന്നത്. എന്തുകൊണ്ടാ? ഇതിനേക്കാളും നന്നായിട്ട് കഷ്ടപ്പെട്ട് അഭിനയിക്കുന്നതാണല്ലോ നാടകം. മറ്റേത് ആരാധന വരുന്നില്ല, പാട്ട് പാടുന്നിടത്ത് ആരാധന വരുന്നില്ല. ഇതിപ്പോ ഞാൻ പറയാം, ഈ പ്രേമെന്ന് പറഞ്ഞ സിനിമ പോലും വിജയിക്കാനുണ്ടായ കാരണം ഒരു ടീച്ചറെ ഒരു കുട്ടി പ്രേമിക്കുന്നു. ഈ ക്ലാസ്സിലിരിക്കുന്ന കുട്ടി ആലോചിക്കുന്നത് ഞാനൊക്കെ ആ ടീച്ചറോട് അവനാണെന്ന് തോന്നലുണ്ടാവുകയാണ്. അത് യാഥാർത്ഥ്യത്തിൽ അവനെ സ്വപ്നം കാണുന്നതുകൊണ്ടാണ് പറ്റുന്നത്. ഇത് അവിടെ ആക്ടിങ് ആണെന്നും ഇത് 10 രൂപയോ 40 രൂപയോ 100 രൂപയോ കൊടുത്ത് ഇതിനകത്തേക്ക് കയറ്റി ഇതൊരു കാശിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു പ്രൊഡക്റ്റ് ആണെന്ന് മനസ്സിലാക്കാത്ത കാലത്തോളം ഈ ആരാധനയിൽ തന്നെ പോയി വീഴും.
അത് ബ്രേക്ക് ചെയ്യാൻ ഈ പഠനത്തിന് കഴിയുമെന്ന് ഞാൻ വിചാരിക്കും. 5 മുതൽ 10 വരെ പഠിപ്പിക്കുന്നുണ്ട്. ഈ സിനിമ മേക്കിംഗ് എന്താണെന്നാണ് പഠിപ്പിക്കുന്നത്. എവിടെയാണ് കട്ട്, എവിടെയാണ് സ്ക്രീനിലെ ഒരു തട്ടിപ്പാണെന്ന് തിരിച്ചറിയുക. അറിയാത്ത കാലത്തോളം ഈ പറഞ്ഞ ഡയലോഗുകൾ അവൻ പറഞ്ഞുകൊണ്ടിരിക്കും. ഈ പറഞ്ഞതുപോലെ പോലീസിനെ അടിക്കുന്നതിലോ അല്ലെങ്കിൽ നാട്ടിൽ പോയിട്ട് ഞാനൊരു ക്രൈം നടത്തി തിരിച്ചു വരുമ്പോൾ എന്നെ മാലയിട്ട് സ്വീകരിക്കുകയോ ചെയ്യുന്നിടത്തേക്ക് വരുന്നത് ഒരു ഹീറോയിസമാണ് എന്ന് തോന്നുന്നിടത്തേക്ക് കുട്ടി എത്തിപ്പോവും. യെസ്, നമ്മുടെ സമയം തീരുകയാണ്. പ്രേക്ഷകരെ ഒരു കാര്യം ബോധ്യപ്പെടുത്തുന്നുണ്ട് ഈ ചർച്ചയിൽ. മൊത്തം സമൂഹം ഒന്ന് ഉണരേണ്ടത് അനിവാര്യമാണ്. പിന്നെ ഡോക്ടർ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം പ്രേക്ഷകർ, പ്രത്യേകിച്ച് മക്കൾ, യുവാക്കൾ, മുതിർന്നവരെല്ലാം കാണണം. ഈ ലഹരിയുടെ ഉപയോഗം അവനെ ഒടുവിൽ ഒരു മാനസിക രോഗിയാക്കി മാറ്റും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ആ സുഖങ്ങൾക്കൊക്കെ അല്പായുസേ ഉള്ളൂ. പിന്നെ രക്ഷിതാക്കൾ വീടുകളിൽ ആഘോഷങ്ങൾ, വീട്ടിലായിരിക്കണം ആഘോഷങ്ങൾ. ഇപ്പം രാത്രി കുട്ടികൾ പുറത്തേക്ക് പോകുന്നു, അവരാഘോഷിക്കാൻ അവരെ വിട്ടുകൊടുക്കുമോ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ആഘോഷങ്ങൾക്കൊക്കെ ചെറിയ അതിരുകൾ നല്ലതാണ്. നമ്മുടെ അഫീദയൊക്കെ പങ്കുവെക്കുന്നത് പോലെ ആശങ്കയുണ്ട് നമ്മുടെ പോക്ക് എങ്ങോട്ടാണെന്ന്. ദീപേഷ് പറഞ്ഞൊരു കാര്യം ആലോചിക്കുക, ഈ സിനിമയെ കാണുന്നതൊക്കെ ക്യാമറ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഒരു വലിയ തട്ടിപ്പാണ്. അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം ദീപേഷ് പറഞ്ഞു, കൈയും കാലും ഒടിഞ്ഞ് മരിച്ചുപോയ നായകൻ തന്നെ അല്ലെങ്കിൽ മരിക്കുന്ന അവസ്ഥയിൽ അടി കൊണ്ടുവന്ന് തന്നെ അടുത്ത സിനിമയിൽ സ്ട്രോങ് ആയിട്ടാവും പിന്നെയും അഭിനയിക്കുകയാണ്. അതൊരു തട്ടിപ്പിൻ്റെ കലയാണ്. അത് ആ രീതിയിൽ കണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. ഈ ഫ്രെയിമിൽ ഒത്തിരി കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട്, പക്ഷേ സമയം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇത് കേൾക്കുന്ന പ്രേക്ഷകർ ഒന്ന് ചിന്തിക്കുക. നമുക്ക് നല്ല ആരോഗ്യത്തോടുകൂടി, നല്ല മാനസികാരോഗ്യത്തോടുകൂടി ജീവിച്ച് തീർക്കണമെങ്കിൽ ലഹരിക്ക് പുറകെ, മൊബൈലിന് പുറകെ ഒരു പരിധി വിട്ട് ഒന്നിനും ഓടാതിരിക്കുക. ജീവിക്കാം നമുക്ക് ഭംഗിയായി സുന്ദരമായ ഭൂമിയിൽ. അതിന് തയ്യാറെടുക്കാൻ ഈ എപ്പിസോഡ് പുതിയ തലമുറയെ ചെറിയ രീതിയിലെങ്കിലും ഒരുക്കട്ടെ എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പ്രേക്ഷകർക്കും ഒപ്പം പങ്കെടുത്ത 3 പേർക്കും നന്ദി, നമസ്കാരം.